ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നമ്മളെ എഫ്എക്സ് എന്താണെന്നറിയാനും ഫോറക്സ് മാർക്കറ്റ് എന്താണ്, അല്ലെങ്കിൽ ഫോറക്സ് എന്നുള്ള ഒരു സംഭവം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായി കേട്ടിട്ടുണ്ട്. എന്താണ് ഫോറക്സ് മാർക്കറ്റ്, എന്താണ് ഈ ട്രേഡിംഗ്, ഫോറക്സ് മാർക്കറ്റ് ട്രേഡിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതെന്തോ ഒരു വലിയ സംഭവമാണ്. എവിടെയൊക്കെയോ പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അധിക പേരും കേട്ടിട്ടുണ്ടാവുക ഇതൊരു പ്രശ്നമാണ്, ഇതൊരു സ്കാം മേഖലയാണ്, അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് തീർക്കാൻ പോവാണ്. അതാണ് നമ്മുടെ വെബിനാറിന്റെ ലക്ഷ്യം എന്നുള്ളത്. അതായത് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും, നിങ്ങളുമായി ബന്ധപ്പെട്ട് എഫ്എക്സുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ടും, എല്ലാ ഡൗട്ടും നമ്മളെ പ്രസന്റേഷന് ശേഷം നിങ്ങൾ ഇവിടെ തീർക്കാൻ പോവാണ്. അപ്പോൾ പലരും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മളിപ്പോൾ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ പലരും നമ്മളെ ഫ്രണ്ട്സൊക്കെ കോൾ ചെയ്യുന്ന സമയത്ത് എഫ്എക്സ് ആണോ, അത് ഭയങ്കര സീനാണല്ലോ, പ്രശ്നമാണല്ലോ, അത് നമുക്ക്, പക്ഷെ നമ്മൾ മലയാളികളുടെ ഇടയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലെ. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയി വന്നിട്ടുള്ളത് നമ്മൾ സാറ് വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താണ് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി. സാറ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും പഠിക്കാം, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആള് വരെ, എത്ര ഇതിനൊരു ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല, എല്ലാവർക്കും പഠിക്കാം എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും പഠിക്കാം, ഇതെങ്ങനെ പഠിക്കാം, അതൊക്കെയാണ് ഇന്നിവിടെ ക്ലിയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും നമ്മളീ ഒരു സൂപ്പർ ഡൂപ്പർ എഫ്എക്സിന്റെ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. നമുക്കിന്ന് സെഷൻ ലീഡ് ചെയ്യുന്നത് സഫ്ന സാറാണ്. സാറ് ഓൾമോസ്റ്റ് 15 ഇയേഴ്സായി നമ്മളെ എഫ്എക്സിന്റെ മേഖലയിൽ ഫോറക്സുമായി ബന്ധപ്പെട്ട് 15 ഇയേഴ്സായി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട്, സാറിൻ്റെ ആ ഒരു 15 ഇയേഴ്സ് ജേണി ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ജെൻ അക്കാദമി എന്നുള്ളൊരു സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്തത്. ആ ഒരു സാറിൻ്റെ ജേണിയിൽ നിന്ന് നമ്മൾ സാറ് പഠിച്ചെടുത്ത ഒരു സിസ്റ്റത്തെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. സാറിൻ്റെ പ്രസൻറ്റേഷന് ശേഷം നമുക്ക് അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാറ് ഫോറക്സ് ട്രേഡറാണ്, മെൻറ്ററാണ്, അതുപോലെ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. ഒരുപാട് സ്റ്റുഡൻസിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനും അതുപോലെ പല മേഖലകളിലായിട്ട് സാറിൻ്റെ സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഒരു സിസ്റ്റത്തിലാണ് നമ്മളെ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മളെ സിലബസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മൊത്തമായി നമ്മളെ എഫ്എക്സ് എന്താണ്, നമ്മളെ സിലബസ് എന്താണ് എന്നൊക്കെ മൊത്തമായിട്ട് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സാറിനെ വെൽക്കം ചെയ്യാണ്. ഹാപ്പി വെൽക്കം സാർ. സാർ സ്റ്റാർട്ട് ചെയ്തൂടെ? താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, സോ ഹാപ്പി വെൽക്കം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നവരാണ്. സോ എനിവേ, നിങ്ങളെ ഈ ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങൾ ഇവിടെ ചെലവഴിക്കുന്ന ടൈം എന്തായാലും യൂസ്ഫുൾ ആവട്ടെ, വർത്ത് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എനിവേ, എന്തായാലും നമ്മുടെ ക്ഷണം, ഇൻവിറ്റേഷൻ സ്വീകരിച്ചെത്തിയ നിങ്ങളെ ഓരോരുത്തരെയും, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്, ആ ഒരു ത്വര ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇവിടെ നിങ്ങളിപ്പോൾ ജോയിൻ ആയിരിക്കുന്നത്. ഒബ്വിയസ്ലി നമുക്ക് എന്ത് വേണം, നമ്മുടെ ലൈഫിൽ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ മണി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൈസ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ബാങ്കിലുണ്ട്, കുറെ പൈസക്കാരുടെ കയ്യിലുണ്ട്, ആരുടെയൊക്കെയോ കയ്യിലുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ എവിടെയോ നമ്മളെ ജോബിന്റെ സാലറി മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ട്. അവിടുന്ന് മാറിയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെ കയ്യിൽ ഒരു സ്കില്ല് വേണം. ആ സ്കില്ല് മണി മേക്കിംഗ് സ്കില്ലായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ജോയിൻ ആയിരിക്കുന്നത്. സോ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മണി മേക്കിംഗ് സ്കിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ഭാഗവ്യത്യാസം ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും അത് ട്രേഡിംഗ് സ്കില്ല് തന്നെയാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ട്രേഡിംഗ് സ്കില്ല് ഇത്രയും സൂപ്പറായെന്നുള്ളത്? സോ ഇവിടെ ഒരുപാട് നമ്മൾ കുറച്ച് പേരൊക്കെ പ്രീവിയസ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. പ്രീവിയസ്ലി നമ്മളെ ബാച്ചിലുള്ളവരൊക്കെ. സോ എല്ലാവരും ഹാപ്പി വെൽക്കം ചെയ്യാണ്. അവർക്കൊക്കെ സംസാരിക്കാനുള്ള സൗകര്യങ്ങളും ടൈമൊക്കെ കൊടുക്കാം. ഒബ്വിയസ്ലി നമ്മൾ എന്തായാലും ഇവിടെ ഫോറക്സ് ഫസ്റ്റ് കേൾക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഒന്നിക്കില് വന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടവരോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിട്ട് അതായത് ഒന്നിക്കില് അബ്സല്യൂട്ട് ബിഗിനറായി വന്നവരുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയൊക്കെയോ അല്ലെ എന്തെങ്കിലും നമുക്ക് അറിയാതെ, ഈ സ്കില്ല് അറിയാതെ പോയിട്ട് നഷ്ടം വന്നവരുണ്ടാവും. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഹായ് എന്ന് പറയുമോ? ബിഗിനേഴ്സ് ആണ്, അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ, അതായത് എഫ്എക്സ് ഫസ്റ്റ് ടൈം കേൾക്കുകയാണ്, ഇതുവരെ ഞാൻ ട്രേഡ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ഹായ് ഇട്ടാൽ മതി. ഓക്കെ, വി ആയിഷ. ഓക്കെ, യെസ്.
ഓക്കെ, 2-3 പേരുണ്ട്. സോ എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ നഷ്ടം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയും പഠിച്ചിട്ടുണ്ട്, ഇതിനെപ്പറ്റി കുറച്ച് അറിയുന്നവരാണെങ്കിൽ ഒന്ന് ഹലോ എന്നൊന്ന് കമന്റ് ഇടുക. ഞാൻ എവിടെയൊക്കെയോ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹലോ എന്ന് കമന്റ് ഇട്ടാൽ മതി. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അബ്സല്യൂട്ട് ബിഗിനർ ആണ്. സോ ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബിഗിനേഴ്സ് തന്നെയാണ്. ഓക്കെ, സോ എനിവേ ബിഗിനേഴ്സ് ആയതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ ഈസി ആയി. സോ എഫക്സ് എന്തിനാ പഠിക്കുന്നത് വെച്ചാൽ ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളത് ഇതൊരു ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ്. അതായത് ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാനുണ്ടാവുക ഗോൾഡ്, കമ്മോഡിറ്റീസ്, ഇന്റർനാഷണൽ സ്റ്റോക്കുകൾ, മറ്റു സംഗതികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇതില് നമുക്ക് വേണ്ടത്, ആകെ വേണ്ടത് 10ാം ക്ലാസ്സുകാരന്റെ ഒരു കോമൺ സെൻസും നമ്മളെ കൈയും നമ്മളെ മൈൻഡും വർക്ക് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു റോക്കറ്റ് സയൻസോ മറ്റോ ഒന്നും അല്ലാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്കില്ലാണ്. ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ, ചാർട്ട് എന്ന് കാണുമ്പോൾ ഒക്കെ കുറെ പേർക്ക് കൺഫ്യൂഷൻ, ഇത് എന്നെ കൊണ്ട് പറ്റൂ, ഇത് എന്നെ കൊണ്ട് പറ്റൂ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് മറ്റൊരാളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്തുകൊണ്ടും നമ്മളെ കൊണ്ടും പറ്റാവുന്നത് തന്നെയാണ്. എന്റെയൊക്കെ ബേസ് പ്രൊഫഷൻ സൈക്കോളജി മേഖലയാണെങ്കിലും നമ്മളൊക്കെ അത് എഫക്സിൽ നമ്മളും പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പേരെ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരു നോളജും ഇല്ലാതെ നമുക്ക് വന്ന ഒരുപാട് പേരെ പഠിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. സോ അതിന്റെ ഒരു കോൺഫിഡൻസിൽ എന്നാ പറയുന്നത്, ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്കില്ലാണ് ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളത്. ഈ സ്കിൽ എന്തിന്റെ സ്കില്ലാണ്? ഇറ്റ്സ് അബ്സല്യൂട്ട്ലി മണി മേക്കിംഗ് സ്കിൽ. നമ്മുടെ കയ്യിൽ നമ്മുടെ ദൈവം ഒരു മണി മേക്കിംഗ് മെഷീൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ വർക്ക്ഔട്ട് ചെയ്യാം, അതായത് ഇവിടെ പ്രീവിയസ് ബാച്ചിലുള്ളവർക്കൊക്കെ അത് പറയാൻ പറ്റും. അതായത് 24 hours വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കയറിയിട്ട് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ രാജ്യം പ്രശ്നമല്ല, നമ്മുടെ ലാംഗ്വേജ് പ്രശ്നമല്ല, നമ്മുടെ ഏജ് പ്രശ്നമല്ല, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും പ്രശ്നമില്ല. നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഗവൺമെന്റ് ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു ഫോണും നമ്മളെ കയ്യിൽ നെറ്റും നമ്മളെ കയ്യിൽ ക്യാപിറ്റലും ഈ ഒരു സ്കില്ലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒബ്വിയസ്ലി നമ്മളെ കയ്യിൽ ഫോൺ ഉണ്ട്, നമ്മളെ കയ്യിൽ നെറ്റും ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ള സംസാര ശേഷിയും അല്ലെങ്കിൽ കേൾക്കാനുള്ള ഗ്രാസ്പിംഗ് പവർ ഒക്കെ ഉണ്ട്. ഈ 3 സംഗതികൾ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്ന, അല്ലെങ്കിൽ പലരും വളരെ ക്യൂരിയോസിറ്റിയോട് കാണുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് സക്സസ് ആയ ഒരു മേഖലയിലോട്ട് ഇറങ്ങിയിട്ട് നമുക്കും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഫോറക്സ് ട്രേഡിംഗ്. ഫോറക്സ് ട്രേഡിംഗ് ഇൻഡെപ്തിലോട്ടേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. അത് ഇൻഡെപ്തിലോട്ടേക്ക് ഇറങ്ങാന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ദഹിച്ചോളണമെന്നില്ല. മേ ബി ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ല, അത് ഇന്റർനാഷണൽ സ്റ്റോക്കുകൾ, നമുക്കിപ്പോ ആപ്പിളിലും ടെസ്ലയിലും ഗോൾഡിലും US ഓയിലും യൂറോ USDയിലും ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡെപ്തിലോട്ടേക്ക് പോയത്. അതായത് നമുക്ക് ആകെ വേണ്ടത് പഠിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി, അതായത് നമുക്ക് സമയം മാറ്റി വെക്കാനുള്ളൊരു ഒരു 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 മാനസികാവസ്ഥ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ആസ് എ അക്കാദമിസ്റ്റ്, ആസ് എ നെക്സ്റ്റ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉറപ്പു തരാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാൻ ഒരു 15-16 സെഷനൊക്കെ മാറ്റി വെക്കാൻ റെഡി ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മണി മേക്കിംഗ് സ്കില്ല് കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, ആ സ്കില്ല് പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ, ഹൗസ് വൈഫ് ആണെങ്കിലും നമ്മൾ ജോബ് ചെയ്യുന്നവരാണ്, നമുക്ക് ടൈം അനുസരിച്ചിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്കില്ലാണ് ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളത്. പക്ഷെ ഇതിനൊരു മറുവശവും കൂടിയുണ്ട്. മലയാളീസിൽ മാത്രമാണ് ഇതുള്ളത്. കാരണം ചെയ്യുന്ന 75-80% ആൾക്കാരും ഫെയിൽ ആയി പോകുന്ന ഒരു ഏരിയ ആണ് ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളത്. അതിൽ 20% ആൾക്കാർ മാത്രമേ സക്സസ് ആവുന്നുള്ളൂ. ആ 20% ആൾ സക്സസ് ആവുന്ന സീക്രട്ട് ഫോർമുലയാണ് നമ്മളെ സെഷനിലും മറ്റുമൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ 20% ആളെ സക്സസ് ആവും. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ടും നമുക്ക് ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമ്മൾ ഇട്ട ഡ്രസ്സ് പ്രശ്നമില്ല, നമ്മുടെ രാജ്യം പ്രശ്നമില്ല, നമുക്കൊന്നും പ്രശ്നമില്ല. അതായത് നമ്മുടെ കയ്യിൽ സ്കില്ലും നെറ്റും നമുക്ക് ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നും നമ്മളിപ്പം UAE-ലാണ്, നമ്മൾ നാളെ ഈജിപ്തിലേക്ക് പോകണം, അല്ലെ ഖത്തറിലേക്ക് പോകണം, അവിടെയും നമുക്ക് പോയിട്ട് അവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ കയ്യിലാകെ അതിന്റെ ഒരു ആപ്ലിക്കേഷനും അതിന്റെ ഒരു സിസ്റ്റവും മാത്രമേ നമ്മുടെ ആവശ്യമുള്ളൂ. നമുക്ക് ഏത് രാജ്യത്തിലോട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മളെ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്ത് തന്നെ നമുക്ക് ഏത് രാജ്യത്തിലെ കറൻസിയിലോട്ടേക്ക് മാറ്റാം, ഇന്ത്യയിലോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. അതിനൊന്നും യാതൊരു ബാരിയേഴ്സും ഇല്ലാതെ, ഒരു ഗവൺമെന്റ് റെഗുലേഷനും ഇല്ലാതെ, യാതൊരുവിധ ക്വാളിഫിക്കേഷനും ആവശ്യമില്ലാതെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ട്രേഡിംഗ് അല്ലേ, കുറെ അക്കൗണ്ട്സ് അറിയണമല്ലോ, മാത്സ് അറിയണം, അതൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് കോമൺ സെൻസ്. നിങ്ങൾക്ക് ലൈഫിൽ
നമുക്ക് നമ്മുടെ ജോബിന്റെ അപ്പുറം സക്സസ് ആവണം എന്നുള്ളൊരു ആഗ്രഹവും മാത്രം ഉണ്ടായാൽ മതി. എന്തായാലും ഒബിയസ്ലി നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടല്ലോ, യെസ് ഓർ നോ? ലൈഫിൽ സക്സസ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ. യെസ്, സക്സസ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. അത് വേറെ ആയിരിക്കും ആഗ്രഹമില്ലേ? പ്രീവിയസ് സ്റ്റുഡൻസിനും പറയാട്ടോ. യെസ്, സക്സസ് ആവണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവർക്കും. അതായത് എല്ലാവരുടെയും പിന്നെ നമ്മുടെ ജീവിക്കുന്ന തന്നെ നമ്മുടെ ലൈഫിൽ സക്സസ് ആവണം. സക്സസിന് നമുക്ക് നല്ല സ്വഭാവമുണ്ട്, നമുക്ക് നല്ല ബുദ്ധിയുണ്ട്, നമുക്ക് നല്ല കേൾവി ശക്തിയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സക്സസിന്റെ സൊസൈറ്റിയുടെ ഘടകം എന്നുള്ളത് നമ്മളെ കയ്യിൽ മണി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. ഉറപ്പല്ല. അതായത് നമ്മളെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആയിരിക്കും വാല്യൂ തരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല സ്വഭാവമാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള സംസാര ശൈലിയാണെങ്കിലും എനിക്ക് എത്ര വലിയ ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ മണി ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റില്ല, നമുക്ക് വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, വാല്യൂ കൂടെ മണിയും വാല്യൂസും കൂടുമ്പോൾ മാത്രം നമ്മുടെ ലൈഫ് സക്സസ് ആവുള്ളൂ. നമ്മൾ ഒരുപാട് പൈസ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ പൈസ വാരിക്കോരി നമ്മളുണ്ട്, പക്ഷെ അതിനെ കൂടെ നമുക്ക് വാല്യൂ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മളെ കയ്യിൽ ഒരുപാട് വാല്യൂ സിസ്റ്റം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ലൈഫിൽ സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. അതായത് നമ്മുടെ ലൈഫിന്റെ പിന്നെ 95% പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ നമുക്ക് വേണ്ടത് മണിയാണ്. ഓക്കെ, അത് 100% റെഡിയാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതായത് വിത്തൗട്ട് മണി വി കാൺ സർവൈവ് ഹിയർ. അതായത് ഏത് രാജ്യത്താണെങ്കിലും ഏത് കുടുംബത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും വിത്തൗട്ട് മണി നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലൈഫിൽ സക്സസിനുള്ള സ്ട്രാറ്റജി നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റില്ല. ഏതൊരു സ്ഥാപനമാണെങ്കിലും ഏതൊരു സംഗതിയാണെങ്കിലും നമുക്ക് മണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മണിയുടെ അൾട്ടിമേറ്റ് സോഴ്സിലോട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അതിന്റെ പിന്നെ എന്താണ് ഫോറക്സ്, എന്തിനിത് പഠിക്കണം, എന്തിനു പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളെ ഡ്രീം ഫുൾഫിൽ ചെയ്യണം. ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ നമ്മളിപ്പോ ഒരു പിന്നെ 25,000 റുപ്പീസ് സാലറി ഉള്ള ഒരാൾക്ക് എന്തായാലും വീടെടുക്കണം, അല്ലെങ്കിൽ ഒരു ഇന്നോവ കാർ എടുക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം മാത്രം അവിടെ സഫലമായിപ്പോ, അല്ലെങ്കിൽ ആഗ്രഹത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോവും. അങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ്, എന്റെ ഒരു സാലറി 25,000, എനിക്ക് അവിടെ നിന്ന് മാറാനും പറ്റില്ല, കാരണം EMI ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ എന്താ നമുക്ക് ആഗ്രഹങ്ങൾ. ഇപ്പൊ നമ്മൾ ഒരുപാട് ഇന്റർനാഷണൽ മൈൻഡ് കോച്ചുകളും ഇന്റർനാഷണൽ ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളൊക്കെ കേരളത്തിൽ സുലഭമാണ്. അതായത് നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാം മനഃശക്തിയിലൂടെ, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ നേടിയെടുക്കുമ്പോഴും മൈൻഡും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി വേണം. നമ്മൾ ഇവിടെ മൈൻഡും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ പുറം ദ റിയാലിറ്റി വേർഷൻ ഓഫ് വേർ വി വാണ്ട്, നമുക്ക് എവിടുന്ന് പൈസ കിട്ടും, അതെങ്ങനെ, നമുക്ക് മൈൻഡൊന്നും ഒരിക്കലും പൈസയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി ഒന്നും പൈസയായിട്ട് കൺവേർട്ട് ചെയ്തോളണമെന്നില്ല. പക്ഷെ ഞാനും ബേസിക്കലി മൈൻഡ് കോച്ചാണ്, പിന്നെ ഇന്റർനാഷണൽ ലോ ഓഫ് അട്രാക്ഷനും മറ്റൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമ്മളൊന്നും പ്രാക്ടീസ് ചെയ്യാതെ, നമ്മളൊരു സംഗതി പഠിക്കാതെ, നമ്മളൊന്നിലോട്ട് ഇറങ്ങാതെ, നമ്മൾ പാസ്പോർട്ട് എടുക്കാതെ, പണ്ട് ഒരു ഉമ്മ പറയാറുണ്ട്, പാസ്പോർട്ട് എടുക്കാതെ പഠിച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്നെ ഉംറക്ക് അല്ല എന്നെ ഹജ്ജിനെ എനിക്ക് പോകാൻ പറ്റണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ എന്താ പാസ്പോർട്ട് എടുക്കില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ എത്ര വലിയ ചിന്താഗതിയാണ്, എത്ര വലിയ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടും, അല്ലെങ്കിൽ മൈൻഡിനെ ക്ലിയർ ആക്കുന്ന ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തു, നമ്മൾ ഒരുപാട് പിന്നെ മോട്ടിവേഷൻസ് പ്രോഗ്രാംസും കാര്യം അതൊക്കെ ഡൊപ്പാമിനിൽ നമ്മൾ ഒരു ടൈം ആകുമ്പോൾ ഇറങ്ങിപ്പോ നമ്മൾ റിയാലിറ്റിയിലോട്ടൊക്കെ ഇറങ്ങി വരണം. ഇഫ് യു വാണ്ട് ടു സക്സസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, ആ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കാണ്. അതായത് ആ ചെയ്യണം എന്നുള്ളത് എന്തായിരിക്കണം, നമുക്ക് ഒരുപാട് സ്കില്ലും കോഴ്സുകളും മറ്റുമൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് യഥാർത്ഥ മണി സോഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ മണി മേക്കിംഗ് സ്കില്ലിലോട്ടേക്ക് തന്നെ ഇറങ്ങണം. അതിലെ ലോകത്തിലെ ദ ബെസ്റ്റ് മണി മേക്കിംഗ് സ്കിൽ കോഴ്സ് ആണ് ദ ഫോറക്സ് ട്രേഡിംഗ്. ഒരുപാട് പേര് ഇപ്പോഴും, അതായത് എന്റെയൊക്കെ മെന്റേഴ്സ് ഉണ്ട്, നമ്മളെ മെന്റേഴ്സ് ഒക്കെ അബണ്ടൻസ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നമ്മള് സ്റ്റുഡൻസ് ആണെങ്കിലും ഒരുപാട് പേര് ലൈവിൽ ഇറങ്ങുന്നവരുണ്ട്, ഇറങ്ങാൻ പോകുന്നവരുണ്ട്. സോ നമുക്ക് എന്തായാലും ഈ ഒരു സ്കില്ല് നമ്മുടെ ലൈഫിൽ ഒരു ടൈം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്കില്ലാണ്. ആ സ്കില്ല് പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇതും കാര്യങ്ങളൊന്നും വേണ്ട. അത് മേ ബി ഇപ്പം ഇവിടെ നമ്മളെ ഓൾഡ് സ്റ്റുഡൻസ് ഒക്കെ മേ ബി ചിലപ്പോൾ ജോയിൻ ചെയ്യണ്ട, അവരൊക്കെ നിങ്ങളോട് വേണമെങ്കിൽ അത് ഷെയർ ചെയ്ത് തരും. എന്താണ് നെക്സ്റ്റ് ഈ സ്കില്ല് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അതെങ്ങനെയാണ് നിങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ മൈൻഡിലുണ്ട് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. ഇത് ഏതൊരാൾക്കും പറ്റുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്കില്ലാണ്. ഈ സ്കില്ല് പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവണം എന്നുള്ളൊരു ആഗ്രഹവും നിങ്ങൾക്ക് ടൈം മാറ്റി വെക്കാനുള്ള ഒരു ഇന്റൻഷനും മാത്രം
ഉണ്ടായാൽ മതി, വേറൊന്നും ആവശ്യമില്ല. ബാക്കിയൊക്കെ എന്താണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നോളും. ബാക്കി നമ്മളെ മെന്റേഴ്സും കാര്യങ്ങളൊക്കെ അത് ഡെവലപ്പ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ആയവരോട് പറയാനുള്ളത്, നമ്മൾ മേ ബി ചിലപ്പോൾ ജോബ് ചെയ്യേണ്ട, ചിലപ്പോൾ ഹൗസ് വൈഫ്, നിങ്ങൾ ഏത് കോലത്തിലുള്ളവരെ, ഏത് രാജ്യക്കാരോ, ഇപ്പൊ എന്ത് പ്രശ്നത്തിലുള്ളവരായിക്കോട്ടെ, നമുക്കൊരു ഡിസിഷൻ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡിസിഷൻ എന്നുള്ളത്, കാരണം നമ്മൾ പലതും പഠിക്കാൻ റെഡി ആയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് പഠിച്ചാലും നമ്മൾ ആകെ ചിന്തിക്കേണ്ടത്, ഇപ്പം ഞാൻ ഇവിടെ നെക്സ്റ്റ് ടൈം തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമില്ല, പക്ഷെ എങ്കിൽ എന്താണ് നമുക്ക് സക്സസ് ആവുന്ന അല്ലെങ്കിൽ മണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഒരു ATM മെഷീൻ നമ്മളെ കയ്യിലുണ്ട്, ആ ATM ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനവും നമ്മളെ കയ്യിലുണ്ട്, അത് ഏത് സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എനി ടൈം എനിവേർ ഇൻ ദ വേൾഡ് വി ക്യാൻ മേക്ക് ദ മണി. ശരിയല്ല? അതുപോലെയാണ് ഈ ഒരു സ്കില്ലും. നമുക്ക് അറ്റ് എ ടൈം വൺ ടൈം നമ്മൾ പഠിക്കാൻ റെഡി ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലിരുന്നും എവിടെ നിന്നും നമുക്ക് ഈ സ്കില്ല് ഉപയോഗിക്കാം. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റാണ്. അത് പഠിക്കാൻ നമുക്ക് അതിന് ഉതകുന്ന വെൽ ക്വാളിഫൈഡ് ആയ മെന്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആ സ്കില്ലിലേക്ക് എത്താനുള്ള ബേസിക് മുതൽ നിങ്ങളെ പ്രോഫിറ്റ് ലെവലാക്കിയിട്ട് പ്രോഫിറ്റിന്റെ സക്സസ് സെലിബ്രേഷൻ വരെ നടത്തിയിട്ട് നമുക്ക് ഉതകുന്ന ഒരു സിസ്റ്റമാണ് നെക്സൺ അക്കാദമിയിൽ നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഓവറോൾ സിസ്റ്റം. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരങ്ങളുടെ, ചിലപ്പോൾ എന്താണ് ഫോറക്സ്, എന്തിനിത് പഠിക്കണം, ഒരുപാട് ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു മുന്നേ നമുക്കിവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ കഴിഞ്ഞ ബാച്ചിലുള്ളവരൊക്കെ ഉണ്ട്. അവരോടൊന്ന് ജസ്റ്റ് ഒരു അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം, അതായത് നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഫാത്തിക്ക് ഓടി വിടാൻ പറ്റുമോ? ഫാത്തി നമ്മളെ 31st ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. സോ വാട്ട് വാസ് ദ ഫീലിംഗ്? ഈ സ്കില്ല് മുന്നേ എങ്ങനെയായിരുന്നു, വന്നപ്പോ എങ്ങനെയായിരുന്നു, ഇപ്പൊ ഏത് ലെവലിലാണ് ഉള്ളത്? യെസ്, സോ ബിഗിനേഴ്സ് ആണ് ഇവര്. ഇത് പഠിക്കണമെന്ന് അതേ ആഗ്രഹം കൊണ്ട് വന്നവരാണ്. അവർക്ക് ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇവിടുത്തെ മെന്റൽ സിസ്റ്റം പക്ക അബദ്ധാണെന്ന് പറയാം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എനിക്ക് ഈ ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. എന്താന്ന് ട്രേഡ് എന്ന് പോലും അറിയാണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എനിക്കിപ്പോ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ജസ്റ്റ് ഒരു ചാറ്റ് ചെയ്യുന്ന പോലെ, അത്രയ്ക്ക് ഈസി ആയിട്ട് എനിക്കിപ്പോ ട്രേഡിന്റെ എല്ലാ ABCD പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇവർ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് വളരെ ഈസിയാണ്. എല്ലാവരും എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അപ്പോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പഠിച്ചാൽ ബെനിഫിറ്റ്സ് എന്താണ് ഫത്തി? ഏത് സ്ഥലത്ത് നിന്നാലും നമുക്കിത് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോ നെറ്റ് ഉണ്ടായാൽ മതി. ഒരു ഫോണും നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. Absolutely great. Thank you so much. Okay. എക്സലന്റ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള പേടിയാണ് അത് പഠിക്കണമെന്ന് കരുതി. ഓക്കെ, നമ്മൾ തേടുന്നത് എന്തോ, സോ മേ ബി അതായിരിക്കും, അത് നമ്മൾ തേടുന്നത് നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് തന്നെയായിരിക്കും. സോ ഒരുപാട് അക്കാദമീസും ഒരുപാട് സ്കാം ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് സ്കാമിന്റെ പേടി വരും. ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഇത് പൈസ പോകും? ഒബ്വിയസ്ലി 80% ആൾക്കാരും പൈസ പോകുന്ന ഒരിടം തന്നെയാണ്. ഫാത്തിക്ക് അറിയാലോ എന്തുകൊണ്ടാണ് മലയാളികൾക്ക് പൈസ പോകുന്നുള്ളത്? ഒബ്വിയസ്ലി നിങ്ങൾ റിട്ടേൺ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് മലയാളികൾക്ക് പൈസ പോകുന്നുള്ളത്? അതിന്റെയൊക്കെ എല്ലാ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ സാറിന്റെ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യണം എന്നാണ് എനിക്ക് അവരോട് മെയിൻ ആയിട്ട് പറയാനുള്ളത്. യെസ്, ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ആസ് എ ബിഗിനറായി വന്ന ഈ സ്കില്ല് നുകരണം, ഈ സ്കില്ല് എന്താണെന്ന് അറിയാൻ വന്നവരോടും പറയാനുള്ളത്, നമുക്കിവിടെ മാജിക്കും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പഠിക്കാനൊരു റെഡിനെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ ആഗ്രഹത്തിനേക്കാൾ അപ്പുറം ലൈഫിൽ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ കുറച്ച് പൈസ വേണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്ത് മുന്നോട്ടേക്കൊക്കെ പോയാൽ മതി. നിങ്ങൾ ആ ടൈം എന്തായാലും മാറ്റി. ടൈം ക്ലാസ്സിൽ കയറാതെ നമുക്കൊരു മിറാക്കിൾ, ഒരു മണ്ണാൻ കട്ടി നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ക്ലാസ് കേട്ട് പഠിച്ചാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാതിക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണ്ടോ? ഇല്ല സാർ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ആക്ച്വലി എനിക്ക് ഒരു ട്രേഡിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ടെന്ന് വന്നത്, പക്ഷെ ഇപ്പൊ എനിക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് മെയിൻ റീസൺ ഞാൻ എല്ലാ സെഷനും അറ്റൻഡ് ചെയ്തതാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എക്സലന്റ്. ഓക്കെ, നെക്സ്റ്റിന്റെ സിനാരിയോ ഇത്രയാണ്. അതായത്
നമ്മൾ ആസ് എ ഗ്യാരണ്ടി ഇങ്ങനെ മുന്നിൽ നിന്നിട്ട് നമ്മളെ പിന്നെ നമുക്കിങ്ങനെ യു എയിലും അല്ലെങ്കിൽ നമുക്ക് ഏകദേശം 18-20ഓളം രാജ്യത്ത് സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ ആയിരക്കണക്കിന് സ്റ്റുഡൻസുകൾ പഠിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഓരോ സ്റ്റുഡൻസും ഇപ്പൊ ഫാത്തിയൊക്കെ ചിലപ്പം ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പം നമ്മൾ ഒരുപാട് ബാച്ചൊക്കെ എത്തുമ്പോൾ അവരൊക്കെ അവരുടേതായ ലോകത്ത് അവരുടെ സ്വപ്നങ്ങൾ നേടി ഇങ്ങനെ പോകുക. കാരണം നമുക്ക് 15-ലും 10-ലും ബിക്കോസ് നമ്മളെ 35th ബാച്ചാണ് അതിന് റണ്ണിങ്. ആളൊക്കെ 31. സാറിന്റെ ഒക്കെ ക്ലാസ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ക്ലാസ്സും കൂടിയാണ്. എനിക്ക് പ്രത്യേകം ആഡ് ഓൺ ചെയ്യണമെന്ന് തോന്നി. വേഗം ക്യാച്ച് ഏത് ചെറിയ കുട്ടികൾക്ക് പോലും ക്യാച്ച് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നിങ്ങളെ ക്ലാസ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ എക്സലന്റ്, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് അത്രേ പറയാനുള്ളൂ. അതായത് പിന്നെ നമുക്ക് പഠിപ്പിക്കാൻ ആസ് എ മെന്ററിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അക്കാദമിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞുതരാൻ പറ്റണത് ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയ വേർഷൻ. അതായത് നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും എന്തായിരിക്കണം, അതിനൊരു വെർത്ത് വേണം. ഇതിപ്പോ നിങ്ങളെ സൂപ്പറായി പഠിപ്പിച്ചിട്ട് യെസ് നിങ്ങൾ അബ്സല്യൂട്ട്ലി കംപ്ലീറ്റ് ആയി നിങ്ങൾക്കൊരു നല്ലൊരു സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ ഒരാളും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം ഈ 35th ബാച്ച് നടക്കുമ്പോൾ ഇതുപോലെ വന്ന് ധൈര്യത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മളെ സ്ട്രാറ്റജി അത്രമാത്രം വർക്കിംഗ് ആയതുകൊണ്ടും ഒരുപാട് പേരെ പഠിപ്പിച്ച് സെറ്റാക്കി ലൈഫിൽ അവരെ സ്വപ്നങ്ങൾ, അതായത് എന്റെ ഹസ്ബൻഡിന് ഇതുവരെ ലൈഫിൽ പിന്നെ സമ്മാനം വാങ്ങിക്കൊടുക്കാൻ പറ്റൂല, ആളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പിന്നെ കൊടുക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചെടുത്ത് നിന്നിട്ട് അവരെ നമുക്ക് പിന്നെ കഴിഞ്ഞ ആനിവേഴ്സറി ഒക്കെ ഒരുപാട് ലേഡീസ് പറഞ്ഞപ്പോ എനിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് വരും. സാർ അന്ന് പഠിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് ഉണ്ടാക്കിയ ഒരു സ്കില്ലിൽ നിന്നാണ് എനിക്ക് പിന്നെ എന്തെങ്കിലും ഒരു $500 മിച്ചം വെച്ചിട്ടാണ് ഞാൻ ആൾക്ക് പിന്നെ ഞാനൊരു iPhone 16 Pro വാങ്ങിച്ചു കൊടുത്തതെന്നൊക്കെ ഒരുപാട് എക്സാംസ്. അവരുടെ പ്രൈവസി ഞങ്ങൾ പുറത്തു വിടാത്തതുകൊണ്ടാണ് അന്ന് പുറത്തു പറയാത്തത്. സോ അത്തരം മിറാക്കിൾ അനുഭവങ്ങൾ നമുക്ക് പിന്നെ കൊണ്ടുവെക്കാനും ഇതാക്കാനും ഉണ്ട്. കാരണം മേ ബി ചിലപ്പോൾ ഒരാൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇതെന്തോ ഒരു കോഴ്സിലേക്ക് ഇങ്ങനെ ക്ഷണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ നമ്മളെ ഇങ്ങനെ ഭയങ്കര കൈസക്കാരാക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ ടൈം മാറ്റി വെക്കാൻ റെഡി ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അതായത് നിങ്ങളിപ്പം നമുക്ക് എന്തായാലും ഒബിയസ്ലി ഒരു ഫീസ് ഉണ്ട്, ആ ഫീസ് അടക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ 1 വീക്ക് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ മേഖല പറ്റൂന്നുണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ നമുക്ക് ഭാരമായിട്ട് അങ്ങനെ പോകുന്നവർ നമ്മൾ എടുക്കില്ല. അറ്റ്ലീസ്റ്റ് നമുക്കൊരു മാക്സിമം 2 month കൊണ്ട് നിങ്ങളെ ഈ സ്കില്ലിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ സഞ്ചരിച്ചൊരു റൂട്ട് ഉണ്ടല്ലോ, നമ്മൾ ഏകദേശം 10-12ഓളം വർഷത്തോളം എക്സ്പീരിയൻസ് ഒരു മാപ്പ് ക്ലിയർ ആക്കി കൊണ്ടുവന്നത് ആ സിസ്റ്റത്തിലൂടെ ഈസി ആയിട്ട്, അതായത് നമ്മൾ 10ാം ക്ലാസ്സിലെ മാത്സിന്റെ അത്ര പോലും ടഫ് ഇല്ലാത്ത രീതിയിൽ മേക്ക് ചെയ്ത സിലബസിലോട്ടേക്ക് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ മണി മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ നമ്മൾ മലയാളീസ് അല്ലാത്തവർ ഇവിടെ സക്സസ് ആവുന്ന ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ഈജിപ്ഷ്യൻസും നമ്മളൊപ്പം ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഇതേ മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർ ആഫ്രിക്കൻസും പിന്നെ ചൈനയും അവരൊക്കെ സക്സസ് ആവുന്ന ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല അവരുടെ മൈൻഡിൽ പിന്നെ കൊണ്ടുവന്നിട്ട് ആ സിസ്റ്റമാണ് നമ്മൾ നിങ്ങളിലോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. ആ സിസ്റ്റം എനിക്കിപ്പോ നമ്മളെ ലാസ്റ്റ് ബാച്ചിന്റെ മിന്നാന്നൊക്കെ ഒരു സെഷൻ വെച്ചപ്പോൾ ആളുടെ ഉമ്മാടെ കൂടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ആളിന്ന് ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു, മേ ബി എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. 6ാം ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പൊ 6ാം ക്ലാസ്സിലെ കുട്ടി വളരെ സക്സസ് ആയിട്ട് ട്രേഡ് ചെയ്തു. എനിക്ക് ഞാൻ ഒരു 2-3 days മുന്നേ അറിഞ്ഞത്, ഇപ്പൊ ഫാത്തിയുടെ ബാച്ചിൽ തന്നെയാന്ന് തോന്നുന്നു. ആ ബാച്ചിലെ കുട്ടി വന്നിട്ട് 6ാം ക്ലാസ്സിലെ കുട്ടി വളരെ ഭംഗിയിൽ ഓരോ ക്ലാസ് ഉമ്മ കേൾക്കുമ്പോൾ ഒപ്പര ഇരുന്ന് കേട്ടിട്ട് അവരെന്നോട് സാറേ ആളുടെ പിന്നെ ഫാദർ എന്നെ വിളിച്ചിരുന്നു, ഇവള് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ആളെല്ലാം കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു. ഞങ്ങളോട് പറഞ്ഞത് ഞാൻ എന്തായാലും എൻ്റെ ലൈഫിൽ എൻ്റെ ഫാദേഴ്സിനെയും എൻ്റെ മദറിനെയൊക്കെ സക്സസ് ആക്കാനുള്ള ഒരു ഫോർമുലയായിട്ട് ഈ ഒരു സ്കില്ല് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. കാരണം പിന്നെ ആള് മേ ബി ഇവിടെ വന്നേക്കാം. അപ്പൊ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ, ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെ സിസ്റ്റവും സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഫോറക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ആധികാരികമായിട്ട് പറഞ്ഞു തരുമ്പം ചിലപ്പം നമുക്ക് ഇന്നും നാളെ ഒന്നും മതിയാവാതെ വരും. കാരണം നമ്മൾ അങ്ങനെ പഠിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി ഫോറക്സിൽ പിന്നെ ആസ്ഥാന അല്ലെങ്കിൽ ഫോറക്സിൽ PSC എക്സാം എഴുതി പാസ്സാവാൻ വന്നവരൊന്നുമില്ല. ഇതൊരു മണി മേക്കിംഗ് സ്കില്ലാണ്. വളരെ സിമ്പിളായിട്ട് റോക്കറ്റ് സയൻസും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജോബിന്റെ ഒപ്പരം നമുക്ക് കൊണ്ടുപോയിട്ട് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്കില്ല് ആണ് ഫോറക്സ് ട്രേഡിങ്. നമ്മളിപ്പോൾ ഒരു പഠിക്കുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. അതിനുള്ള എല്ലാ സോഴ്സും കാര്യങ്ങളും നമ്മളെ സിസ്റ്റം ഇങ്ങനെയാണ്. പിന്നെ 1 വീക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് മറ്റുമൊക്കെ പോയാൽ മതി. പിന്നെ അതുപോലെ തന്നെ
നമ്മളെ സിസ്റ്റത്തിൽ ആകെ ഒരു കണ്ടീഷൻ ഉള്ളത്, നമ്മൾ പഠിപ്പിച്ച് കഴിയുന്നത് വരെ അല്ലെങ്കിൽ നമ്മളെ സെഷൻ അവസാനിക്കുന്നതിന് മുന്നേ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരാളും ലൈവിലോട്ടേക്ക് ഇറങ്ങും. ചിലപ്പോൾ ആവേശം കൊണ്ട് പലർക്കും തോന്നും അല്ലെ ഫാത്തി, പിന്നെ ഒന്ന് ഇറങ്ങിയാലോ എന്നുള്ളത് പകുതിയൊക്കെ ആകുമ്പോൾ. അപ്പൊ ആഗ്രഹങ്ങളൊക്കെ എന്താക്കും, അങ്ങനെ ആറ്റം പകുതിക്കായിട്ട് ഇറങ്ങിയെങ്കിൽ പിന്നെ പ്രീവിയസ് ബാച്ചിലുള്ളവർക്കൊക്കെ അറിയാം. അതിനുശേഷം ആള് നമ്മളെ ബാച്ച് ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. നിങ്ങൾ എത്ര ഫീസ് തന്ന് പഠിച്ചാണെങ്കിലും നമ്മൾ എടുത്ത് പുറത്തിടും. കാരണം എന്താ, നിങ്ങളെ സക്സസ് ആക്കാനുള്ള കാരണം ഇത്ര സെഷൻ കഴിഞ്ഞ് നിങ്ങളെ മൈൻഡിലോട്ടേക്ക് അത് വന്ന് നിങ്ങൾക്കത് വർക്കൗട്ടായി നമ്മളെ മെന്റേഴ്സിനും കൂടി ഓക്കെ ആയാൽ മാത്രമേ നിങ്ങളുടെ ലൈവിലോട്ടൊക്കെ ഇറക്കിയിട്ട് നിങ്ങൾക്ക് ലൈവിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടാക്കുള്ളൂ. എല്ലാ വീക്കിലും ലൈവ് ട്രേഡിംഗ് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് വീക്കിലി 2 to 3 സെഷൻസ് ആണ് നൈറ്റിൽ ഉണ്ടാവാം. ഇതുപോലെ സൂമിൽ ഇരുന്നിട്ട് നമ്മൾ ഈ ഒരു ജേർണി കണ്ടിന്യൂ സിസ്റ്റം ആണ്. സോ Q&A ടൈമിലോട്ടേക്ക് നമ്മൾ കിടക്കണം. അതിന് മുന്നേ എനിക്ക് തോന്നുന്നു പ്രീവിയസ് ബാച്ചിലുള്ള ആരെങ്കിലും അക്ബർ ഭായിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? അക്ബർ പ്രീവിയസ് ബാച്ചിലുള്ളതല്ലേ? ഹലോ, ഗുഡ് ഈവനിങ്. 31st ബാച്ചല്ലേ? അതെ. ഓക്കെ. മുന്നത്തെ സ്റ്റുഡന്റ് പറഞ്ഞ പോലെ തന്നെയാണ്, ആള് പറഞ്ഞതൊക്കെ ക്ലിയർ ആണ് കാര്യങ്ങള്. അതന്നെ എനിക്കും പറയാനുള്ളൂ. ക്ലാസ് വളരെ ഈസിയാണ്, സിമ്പിൾ ആണ്. എല്ലാരും ഉദ്ദേശിക്കണ പോലെ. ഞാനും ഫസ്റ്റ് ട്രേഡ് എന്നൊക്കെ പറയുമ്പോ സാറ് പറഞ്ഞ പോലെ സ്കാം, ഞാൻ എന്തിന് ഇതിന്റെ കുറച്ച് ഈ ക്ലാസ്സിന്റെ ഒരു ഇട്ടപ്പോ തന്നെ, ഒരു ഗ്രൂപ്പിൽ ഇട്ടപ്പോ തന്നെ അതില് അയ്യോ ആരും തല വെക്കണ്ട സ്കാം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തര് റിപ്ലൈ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് സ്കാം ആണോ അല്ലേ എന്നുള്ളത് ജസ്റ്റ് ഈ ക്ലാസ് ഒന്ന് പങ്കെടുത്ത് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, ചോദിക്കുകയല്ല. ഇതൊരു ജസ്റ്റ് ക്ലാസ് ആണ്. ജസ്റ്റ് ക്ലാസ് കേട്ടാ മനസ്സിലാവും ഇത് സ്കാം ആണോ അല്ലയോ. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ചെയ്യാ. ആരും ഇതിൽ കാശ് നിങ്ങളോട് ചെയ്യിക്കില്ല, ട്രേഡ് ചെയ്യണ നിർബന്ധം പറയില്ല. ജസ്റ്റ് ക്ലാസ് കേട്ടിട്ട് താല്പര്യം ചെയ്യരുത്. അതെ. സാറ് ഞാനും പ്രത്യേകം പറഞ്ഞു, കാശ് നിങ്ങൾ ഇടരുത്, കാശ് നിങ്ങൾ ചെയ്യണ്ട, ജസ്റ്റ് ക്ലാസ് കേട്ടാ മതി. അതെ. ഇതുവരെ ഞാൻ പ്രത്യേകം പറഞ്ഞത്, എന്നോട് ഇതുവരെ കാശ് ഇടണമെന്ന് പറഞ്ഞിട്ടില്ല, കാശ് ചോദിച്ചിട്ടില്ല. നിങ്ങള് എന്തായാലും ട്രേഡ് ചെയ്യണം, കാശ് ഇറക്കി ട്രേഡ് ചെയ്യണം, ഇത്ര രൂപ എന്തായാലും ഇറക്കണം എന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഈ ഒരു ക്ലാസ്സിലും. അതന്നെയാണ് കാരണം ഇപ്പൊ യു എയിലുള്ളവർക്കൊക്കെ എന്താണ്, പിന്നെ ബ്രോക്കേഴ്സ് ആയിരുന്നു മറ്റൊക്കെ ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ, നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തതിനാൽ ഇത്ര കിട്ടും. പലരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇതില് നെക്സ്റ്റ് ജനിൽ വരുന്നതിന്റെ മുന്നേ എനിക്ക് ഇതേപോലെ ഇഷ്ടംപോലെ കോളുകൾ വന്നിരുന്നു. ഈ പറഞ്ഞ പോലെ ഇതേ പേടി തന്നെയായിരുന്നു, സ്കാം തന്നെയായിരുന്നു. അതിൽ ചിലതൊക്കെ സ്കാം തന്നെയായിരുന്നു. അതേപോലെ 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഡെയിലി ഇത്ര ലാഭം എടുക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത്ര ലാഭം എടുക്കാം, മാസത്തിൽ ഇത്ര ലാഭം എടുക്കാം എന്നൊക്കെ പറയും. ഭയങ്കര ഓഫർ ആയിരുന്നു. പക്ഷെ ഞാൻ അതിലൊന്നും പെടാണ്ട് നല്ല ടൈമിലാണ് ഞാൻ നെക്സ്റ്റ് ജനിൽ എത്തിയത്. തീർച്ചയായിട്ടും ഇതിലത്തെ ക്ലാസ്സുകൾ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ഉപകാരം, സന്തോഷം, എന്താ പറയാ, യൂസ്ഫുൾ ആണ്. യെസ്, ഓഫ് കോഴ്സ്. ആയിട്ടില്ല, ഇത്തിരി കൂടി ഉണ്ട്. ഓക്കെ. സോ എന്തായാലും സക്സസ്, പിന്നെ ലൈവിൽ ഇറങ്ങി സക്സസ് ആവട്ടെ. അതുപോലെ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഷെയർ ചെയ്യാനൊക്കെ അവസരം ഉണ്ടാവട്ടെ. സോ അതുപോലെ തന്നെയാണ്. കാരണം പിന്നെ നമുക്കിപ്പം നമ്മളോട് പലരും ഒരു ദിവസം ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളെ കമ്പനി നമ്പറിലോട്ട് ഒരുപാട് കോൾസ് വരും. സാർ, പിന്നെ എൻ്റെ $10,000 പോയി സാർ, ഞാനൊന്നും അറിയാതെ വന്നു, എൻ്റെ നഷ്ടപ്പെട്ടു, എന്നെ ആരൊക്കെയോ പെടുത്തിയതാണ്, അങ്ങനെയൊക്കെ പറയും. ഒരുപാട് കോള് കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് പിന്നെ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ, അതായത് പിന്നെ ഇങ്ങനെ ഇത്ര ആധികാരികമായിട്ട് കൊണ്ടു നടക്കുന്നതിനുള്ള ഒരു ആൻസർ ഇതാണ്. കാരണം ഇനി ഒരു മലയാളിന്റെയും ഫണ്ട് പോകരുത്, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക്, പിന്നെ അവർ യു എയിലും മറ്റുമൊക്കെ വന്ന്, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് വന്നു കഴിഞ്ഞാലും അവരുടെ സ്വപ്നം നേടിയെടുക്കാൻ അതിന്റെ ഒരു പാർട്ടായിട്ട് നെക്സ്റ്റ് അല്ല നമ്മളെ ടീം ഓൾ മെന്റേഴ്സിന്, ഇപ്പം ഇവിടെ ഒക്കെ ഉള്ള ഫാത്തിക്ക് ഇവർക്കൊക്കെ പരിചയമുണ്ട്. അതായത് അവർക്കൊരു ഫാമിലി പോലെ ഓരോരാളെയും പിന്നെ പേഴ്സണലി കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന സിസ്റ്റമാണ്. അതായത് അവരുടെ ഇമോഷണൽ, കാരണം ഇത് അബ്സല്യൂട്ട്ലി മണി മേക്കിംഗ്. അതായത് പിന്നെ നമ്മളെ മൈൻഡ് വർക്ക്ഔട്ട് ചെയ്യണം. നമ്മളെ മൈൻഡ് എപ്പോഴെങ്കിലും ക്ലാഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പലതും നഷ്ടപ്പെട്ടേക്കാം. കാരണം നമ്മുടെ കയ്യിൽ ഡോളേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക്
ആ ഡോളറിൽ നമ്മൾ കൊണ്ടുപോകുന്ന സിസ്റ്റം ആയിരിക്കും. ഇപ്പൊ ട്രേഡിങ് വളരെ സിമ്പിൾ ആയിട്ട്, ഇപ്പൊ ഇന്ന് മാർക്കറ്റ് ലീവ് ആയതുകൊണ്ടാണ് ഒന്നുമില്ല. അതായത് നമ്മളെ സിസ്റ്റം ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഡെമോ ബാലൻസ് ഇവിടെ തരും. അതിൽ നിങ്ങൾ കുച്ചിപ്പുടിയും ഭരതനാട്യം ഒക്കെ പഠിച്ച് നിങ്ങൾ പെർഫെക്റ്റ് ആയി എന്ന് നിങ്ങൾക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, നമ്മളെ മെന്റേഴ്സിനും കൂടി ബോധ്യപ്പെട്ട് നിങ്ങൾ ഹിസ്റ്ററി സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളോട് പറയുള്ളൂ നിങ്ങൾ ലൈവിൽ ഇറങ്ങണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രോക്കറോ കാര്യങ്ങളോ എടുത്തിട്ട് ലൈവിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് ലൈഫ് ലോങ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. അതായത് നമുക്കിപ്പോ ഇത് ഇന്ന് അല്ല നാളെ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംഗതി ഒരു കമ്പനി പൂട്ടിപ്പോകുന്നുള്ള ഒരു സിസ്റ്റം അല്ല. അതായത് ഇറ്റ്സ് എ ലൈഫ് ലോങ് ലേണിംഗ് അല്ലെ ലൈഫ് ലോങ് മേക്കിംഗ് സ്കില്ലാണ്. നമുക്ക് അറ്റ് എ ടൈം നിങ്ങൾ ആദ്യമായിട്ട് ഒരു പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ യു ക്യാൻ ബി എ സക്സസ്ഫുൾ ഹിയർ. കാരണം 80% മലയാളീസും ഇവിടെ ഫെയിലാണ്. ആ ഫെയിൽ എന്താന്നുള്ളത് നമ്മൾ ഒരു 4-5 സെഷൻ ആകുമ്പോൾ തന്നെ നമ്മളെ മക്കളെല്ലാം നമ്മളെ കുട്ടികളും നമ്മളെ സ്റ്റുഡൻസ് വളരെ ഭംഗിയായിട്ട് പഠിക്കും. അതിലൂടെ സഞ്ചരിക്കരുത് മറ്റേ അവരെ കൊണ്ട് റൂൾ എടുപ്പിച്ച് എന്തായാലും ഓഫീസിൽ നമുക്ക് പൈസ കാണുമ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ പിന്നെ ഒരു $1000 നമുക്ക് തന്നെ തോന്നും എന്താണ് ഇന്ന് എനിക്കൊരു പിന്നെ $100 ഉണ്ടാകും, ഒരു 10,000 റുപ്പീസ് എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥ ഒബ്വിയസ്ലി മലയാളിക്കാണ്, ഏതൊരു സ്റ്റുഡൻസിന് വരും. അത് കട്ടൻ ഷാർപ്പായിട്ട് അവരുടെ നടന്ന് നമ്മൾ പൊട്ടിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത സെഷനിലോട്ടൊക്കെ ഇങ്ങനെ പോവാം. അത് ഫീൽ ചെയ്തവർക്ക് വളരെ ഭംഗിയായിട്ട് അതൊക്കെ പിന്നെ പറയാനും മറ്റുമൊക്കെ പറ്റും. സോ Q&A ടൈമാണ്. നിങ്ങൾക്ക് എഫക്ട്സ് റിലേറ്റഡ് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ചിലപ്പം സ്കാമിൽ പെട്ടുപോയവരൊക്കെ ഉണ്ട്, അബ്സല്യൂട്ട് ബിഗിനർ ഉണ്ടാവും. നിങ്ങൾക്കുള്ള ടൈമാണ്. യു ക്യാൻ ആസ്ക് എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. വേറെ ആർക്കെങ്കിലും പ്രീവിയസ് ബാച്ചിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് 2-3 പേരേ ഉള്ളൂ. നോ പ്രോബ്ലം. ഓക്കെ, സോ Q&A ടൈമാണ്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ചാറ്റ് ബോക്സിലാണ്, അങ്ങനെയും ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ മൈക്ക് എടുത്തിട്ട് പിന്നെ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. സോ മുനീർ ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു. അൻവർ സാദത്ത് എന്താണ് പിന്നെ ട്രേഡ് ബിഗിനർ ആണോ അല്ലെ വൈ ആർ യു ഹിയർ? എന്തുകൊണ്ടാണ് ഈ ഒരു വെബിനാറിൽ കയറിയത്? പഠിക്കണമെന്ന് ആഗ്രഹം വെച്ചിട്ടാണോ? അൻവർ സാദത്ത് ഓടി വിളാൻ പറ്റുമോ? ആസാദ് നിങ്ങൾക്ക് ചോദിക്കാട്ടോ. അതായത് ഞാനിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതായത് ലോകത്തിലെ 80% ആൾക്കാർ ഫെയിൽ ആവുന്ന ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ സ്കാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് അത് അങ്ങനെയൊന്നും എല്ലാം ഒരുത്തം വന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം. യെസ് കുട്ടി പറഞ്ഞോളൂ. നമസ്കാരമുണ്ട്. നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് കണ്ടോ നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതാവുന്നത്. ഓക്കെ ഞാൻ സുഹൃത്ത് മുഖേനയാണ് സൂമിന്റെ ലിങ്ക് ഒക്കെ കിട്ടിയത്. ഓക്കെ ആക്ച്വലി ഞാൻ നിങ്ങളിപ്പോ പറഞ്ഞപ്പോ അങ്ങനെ ആലോചിക്കായിരുന്നു. ഒരു കോഴ്സൊക്കെ ഞാൻ ചെയ്തതാണ്. കുറെ ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ ഒരു 3-4 എടുത്ത് അത് അങ്ങേ അടുത്തെത്തുമ്പോ പിന്നെ അടിച്ചു പോവും. ഡെമോ അക്കൗണ്ട് ഉണ്ടാവും. ഡെമോ അക്കൗണ്ട് 10K കിട്ടിയ ഒരു അക്കൗണ്ട് ഒരു 200K ഒക്കെ ആക്കിയിരുന്നു. പക്ഷേ ആക്ച്വലി അറിയാലോ, അപ്പൊ ഞാൻ കുറച്ച് ചെയ്ത ആൾക്കാർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇമോഷണൽ കൺട്രോൾ ഇല്ല ഒന്ന്, കേസ് ട്രേഡിങ്, പിന്നെ അല്ല ഇവിടെ ഫെയിൽ ആവാൻ ആകെ 3 റീസൺസ് ഉള്ളൂ. ടെക്നിക്കൽ റേറ്റും ഇപ്പൊ എല്ലാ അക്കാദമീസും പറയുന്നത് നിങ്ങൾക്ക് നല്ല സ്ട്രാറ്റജി പഠിച്ചു. സ്ട്രാറ്റജി ഒന്നും ഇവിടെ വർക്ക്ഔട്ട് ആവില്ല 100%. കാരണം ഇപ്പം സ്ട്രാറ്റജി അങ്ങനെയാണെങ്കിൽ ഇപ്പോ വേൾഡിലുള്ള എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇതെല്ലാം പിന്നെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഈ സ്ട്രാറ്റജി 100% എല്ലാവരും സക്സസ് ആവേണ്ട പോയിന്റ് അല്ലേ. ഫണ്ടമെന്റൽ ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും നമ്മള് പിന്നെ കാരണം നമുക്ക് എഴുതി ഒപ്പിട്ടു. കാരണം ഇവിടെ വർക്ക്ഔട്ട് ആവുന്നത് നമ്മളെ മൈൻഡ്ഫുൾനെസ് ആണ്. കാരണം നമ്മളെ ടോപ്പിക് ഉറപ്പായിരിക്കും. കാരണം അതിന്റെ ടൂൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇരുന്നിട്ട് പിന്നെ ഏതൊരു ഇപ്പം ട്രേഡിംഗ് കോഴ്സ് നടത്തിയ ആൾക്കാർക്കും അതായത് സക്സസ് പറയാൻ അല്ലെങ്കിൽ പിന്നെ ആൾക്കാരെ കിട്ടാത്തൊരവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പ്രീവിയസ്ലി എന്ത് പറ്റി അല്ലെങ്കിൽ ഇവരൊരിക്കലും സക്സസ് ആക്കാനും ഒരിക്കലും പറ്റില്ല. കാരണം എന്താ, ഒന്ന് കഴിഞ്ഞ് കുറെ വേഗം ചാർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കൺഫ്യൂഷൻ വരും. ഒരാളെ സ്ട്രാറ്റജി ഇങ്ങനെ പിന്നാലെ പോകും, അത് വർക്ക്ഔട്ട് ആവില്ല, ക്യാഷ് പോകും. പക്ഷെ നമ്മൾ അബ്സല്യൂട്ട്ലി തുടക്കം മുതൽ നമ്മൾ അതിന് ലോക്ക് ഇടും. സ്ട്രാറ്റജി തെറ്റിക്കോട്ടെ, പക്ഷെ പൈസ പോവില്ല. നമ്മൾ പൈസ ഉണ്ടാക്കാനല്ല വന്നിരിക്കണത്, കളയാനല്ലോ. തീർച്ചയായും. അപ്പൊ എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഉറപ്പായിട്ടും. എന്താ എവിടെയാ, നാട്ടിലെവിടെയാ? UAE-ലാണോ? ഞാൻ മലപ്പുറത്ത് തന്നെയാണ്. ഞാനിപ്പോ UAE-ലാണുള്ളത്. ഓക്കെ. പേരൊന്നും ഞാൻ പറയുന്നില്ല. നല്ല അത്യാവശ്യം നല്ല പിന്നെ ആൾക്കാരൊക്കെ തന്നെ ഒരു പേഴ്സണൽ കോഴ്സ് ഒക്കെ ഞാൻ എടുത്തിരുന്നത്. പേര് പറയണ്ട.
പേര് പറയുന്നില്ല. നിങ്ങൾക്ക് ഉം. അറിയാവുന്ന, ഇന്റേണലി അറിയാവുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വേണ്ട 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 വേണ്ട. അല്ല, നമ്മളാരും പിന്നെ ഇതാക്കിക്കാത്തല്ല. ഇല്ല കാരണം ഇല്ല, ഒരുപാട് ഒരിക്കലും ഇല്ല. അത് നമ്മുടെ ഒരുപാട് പക്ഷെ ഒരുപാട് മലയാളീസിനെ കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മലയാളീസ്, പഠിച്ചു. കാരണം ആ യെസ് ഒബിയസ്ലി നമുക്കും സ്കാമുകൾ എങ്ങനെയുണ്ട്, നമ്മളെ ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്യുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. വേറെ ആരും. ഉറപ്പായിട്ടും 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 പിന്നെ ഉറപ്പായിട്ടും. പറഞ്ഞ് ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്തതാ, ഞാൻ പാസ്സാക്കി തരാം എന്ന് പറഞ്ഞു. ഉം. അതും ഫസ്റ്റ് ഫേസ് അങ്ങാണ്ട് പാസ്സായി. രണ്ടാമത്തെ ഉം. ഫേസിൽ ആളെന്തോ സംതിങ് യെസ് എന്താണ് ഒബിയസ്ലി എന്താ ഉറപ്പായിട്ടും. പറഞ്ഞത്, ഓക്കെ ആള് VPN ഉപയോഗിച്ചപ്പോ പിന്നെ ഒബിയസ്ലി അതിന്റെ ഇത് മാറുമല്ലോ, മറ്റേ ID ഉറപ്പായിട്ടും. മാറുമല്ലോ. അതെ. അങ്ങനെ അല്ല, മാറിയിട്ട് അത് ട്രേഡിംഗ് അടിച്ചു എന്ന് പോയി. കേൾക്കുമ്പോൾ തന്നെ മലയാളീസിന് ആദ്യം വരുന്നൊരു ഇതെന്തോ തട്ടിപ്പാണ്, ഇതെന്തോ സ്കാമാണ്. പിന്നെ അങ്ങനെ തന്നെ ആക്കി വെക്കാൻ പറ്റുന്ന കുറെ ടീമും കുറെ ബ്രോക്കേഴ്സും UAE ഇപ്പോഴും അവൈലബിൾ ആണ്. UAE നാട്ടിലായിട്ടും പിന്നെ പലർക്കും ഞാൻ ഉള്ളൊരു നാട്ടിൽ നിന്നാണ് എടുത്തിരുന്നത്, പക്ഷെ ആ, ആളിപ്പോ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ജോയിൻ അതെ അതെ. ചെയ്തൊരു മെന്ററായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 4 ദിവസം മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, നമുക്ക് വീണ്ടും തുടങ്ങണ്ടേന്ന് വെച്ചിട്ട് കോൺടാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 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 പിന്നെ അങ്ങനെ. സ്ട്രാറ്റജി നിങ്ങൾ പറഞ്ഞ പോലെ ടെക്നിക്കൽ ആണെങ്കിലും ഫണ്ടമെന്റൽ ആണെങ്കിലും നമ്മുടേതായിട്ടുള്ള സ്ട്രാറ്റജിയിൽ ചെയ്യുമ്പോഴാണ്. ഞാനിപ്പോ ഒരു ഉറപ്പായിട്ടും. 10K പിന്നെ ഒരു ഡെമോ അക്കൗണ്ട് ഞാൻ ചെയ്തത് ഒരു 10K തുടങ്ങിയിട്ട് 200K വരെ ആക്കിയിരുന്നു. അത് എന്റെ സ്ട്രാറ്റജി, വേറെ ആരുടെ ഇല്ല. നമ്മള് മൊത്തത്തിൽ ഉറപ്പായിട്ടും നമുക്കായിട്ടൊരു അനലൈസിങ് ഉണ്ടല്ലോ, അതിൽ ഉറപ്പായിട്ടും. ചെയ്തിട്ട് അല്ല, ആക്കിയത്. നമ്മളെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ആരെയും കോപ്പിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഏതാണ് മാർക്കറ്റ്, മുകളിലോട്ട് പോയിക്കട്ടെ താഴോട്ട് പോയിക്കട്ടെ, ഇത് എന്റെ ക്യാപിറ്റൽ, ഞാൻ തീരുമാനിക്കണം. മാർക്കറ്റ് പൊട്ടി, ചില ആൾക്ക് പറയും മാർക്കറ്റ് ഭയങ്കര അപ്പിലോട്ട് കൊണ്ടുപോയി, ഞാൻ ഭയങ്കര ലോസ്. എന്തിനാ ഇവൻ ബൈയിടാൻ നിന്നത്? അതെ, ഈ യുദ്ധ സമയത്ത് ഇവിടെ വന്നിട്ട് ബൈയിടാൻ ഇവൻ ആരാ പറഞ്ഞത് ഇവനോട്? അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഉറപ്പായിട്ടും മൂന്നാമത്തെ ഒരു കാര്യം ലോസ് വരാനാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. രണ്ടാമത് നമുക്കൊരു യൂസ്ലെസ് ഹോപ്പ് ഉണ്ടല്ലോ. ഉറപ്പായിട്ടും. കാരണം UAE ഏറ്റവും കൂടുതൽ ത്രട്ടണിങ് അല്ലെങ്കിൽ ഭീഷണി നേരിടുന്ന ഒരു മെന്ററും ഒരു അക്കാദമിയും നമ്മളെ. കാരണം എല്ലാ ബ്രോക്കേഴ്സിനും എടുത്തിട്ട് അലക്കിയിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ സീരീസ് വരാൻ പോവാണ്. കാരണം ഒരുപാട് മലയാളീസിന്റെ, വേറെ രാജ്യക്കാരുടെ ഒരുപാട് ഫണ്ടും കാര്യങ്ങളും പിന്നെ അവരുടെ ലാക്ക് ഓഫ് നോളജിനെ എടുത്തിട്ട് അറിവില്ലായ്മ ഉപയോഗിച്ചിട്ട് വലിയ ലോട്ടും കാര്യങ്ങളും ഇടിപ്പിച്ചിട്ട് ലക്ഷക്കണക്കിന് ഡോളേഴ്സ് നഷ്ടപ്പെടുത്തി അവര്. ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു യാത്രയാണ്. അപ്പം പിന്നെ അതിന്റെ ഒരു ജെനുവിൻ വേർഷൻ ജനങ്ങളിൽ എത്തിക്കണം. അവർക്ക് ഈ ഒരു സ്കിൽ, കാരണം പലരും ഇതിനെ ധരിച്ചു വെച്ചിരിക്കുന്ന പൈസ പോകുന്നൊരു അങ്ങനെയല്ലാന്ന് നമ്മളിപ്പോ ഞാൻ വാദോരാതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പറയണ്ടെങ്കിൽ നമ്മളെ പിന്നെ സ്റ്റുഡൻസും ഇത് അനുഭവിച്ചവർക്കേ പറയാൻ പറ്റുള്ളൂ. അതെ അതെ. ട്രേഡിംഗ് ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ഇത് വളരെ സിമ്പിൾ, ഏതൊരാൾക്കും ആക്ച്വലി അതൊന്നും ഇല്ല, സത്യം പറഞ്ഞാൽ. ഒന്നുമില്ല. നമ്മളെ നമ്മളെ മൈൻഡ് സ്ട്രാറ്റജി കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? 50% നമുക്ക് സക്സസ് ആണ്. ഉറപ്പാണ്. മൈൻഡ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഇറങ്ങുന്നതിന് പറ്റിയ മുന്നേ 50% നമ്മളെ സക്സസ് ആയി. മൈൻഡും ബാക്കി മണി ചെറിയ മാനേജ്മെന്റും നോളജും ചെറിയ അനലൈസിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് മാർക്കറ്റിൽ നമ്മുടെ ശ്രദ്ധ വേണം, അത്രേ ഉള്ളൂ. ശ്രദ്ധ വേണമെന്നുള്ള, അതായത് നമ്മളൊരു ന്യൂസിന് അലേർട്ടും കാര്യങ്ങളും പിന്നെ ഒരു പാനിക് ആവാതെ ഒരു മൈൻഡ്ഫുൾനെസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ എന്തായാലും ഒബിയസ്ലി സക്സസ് ആയി വരാൻ പറ്റും. താങ്ക് യു കുട്ടി ബ്രോ. ഓക്കെ, എനിവേ വേറെ ആർക്കെങ്കിലും? BV ആയിഷ മൈൻഡ് കോച്ചാണ്. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. നിങ്ങൾ എവിടുന്ന ഓപ്പറേറ്റ് ചെയ്യുന്നത്? പിന്നെ നാട്ടിൽ നിന്നാണോ? നമ്മള് പിന്നെ അല്ല, നമ്മള് അക്കാദമി വെർച്വൽ ആണ്. നമ്മളെ ഓഫീസിൻ മറീന, ദുബായ്. ദുബായ് അറിയില്ല. ദുബായ് മറീനില്ല. നമുക്ക് അറബിക്കിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ബാച്ചുകളുണ്ട്. പിന്നെ മോസ്റ്റ്ലി മലയാളി മെന്റേഴ്സ് തന്നെയാണ്, പക്ഷെ ഹിന്ദിയും അറബിക്കും പിന്നെ അത്യാവശ്യം പിന്നെ മെന്റേഴ്സ് അഡ്മിഷൻ ഇത് വരുന്ന പോലെ നമ്മൾ റൺ ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ താങ്ക് യു. മറീനയിലാണെങ്കിൽ ഞാൻ അടുത്ത് തന്നെ ഉണ്ട്, കാണാവുന്ന ദൂരത്ത് തന്നെ ഉണ്ട്. ഷുവർ യു ക്യാൻ കളക്ട് നമ്പർ, മെന്റേഴ്സ് ആയിട്ട് നമ്പർ കളക്ട് ചെയ്ത് ഇവിടെ വരെയൊക്കെ ചെയ്യാവുന്നതാണ്. സോ യുനൈന ആൻഡ് സാദിഖ്, എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, എന്ത് പൊട്ടത്തരാണെങ്കിലും ചോദിച്ചോളി. കാരണം നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് വന്നിരിക്കുന്ന ഒരു മണി മേക്കിംഗ് സ്കില്ല് പഠിക്കണം. ഇത് വർക്ക് ചെയ്യില്ലാന്നെങ്കിൽ എന്നോട് പറ. അതായത് ഇതെന്താണ് ഇവിടെ നടക്കുന്നത്, എന്തെങ്കിലും കാര്യം ചോദിക്കില്ല. ലത്തീഫ് ഭായിക്ക് എന്താ ചോദിക്കാണ്ടോ? യെസ്. ഞാൻ ചോദിക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാന് ഇതില് ബിഗിനറാണ്. ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. ഓക്കെ ഞാനിപ്പോ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഇത് മുന്നേ കുറച്ച് ക്യാഷ് പോയിട്ടുണ്ട്. ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഒരു ABC ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ബ്രോക്കറേജസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഉറപ്പായിട്ടും. എത്രയാ പോയത്? കുറഞ്ഞ ക്യാഷ് പോയിട്ടുള്ളൂ, $500. പക്ഷെ അത് അവര് പറഞ്ഞത് നമുക്കൊരു ABCD ഒന്നും ഇല്ലാന്ന് നമ്മൾ അത് മുൻകൂട്ടി പറഞ്ഞപ്പോ അവരെ ട്രെയിനേഴ്സ്, അവരെ ടെക്നീഷ്യന്മാർ ചെയ്യുന്നതാണ് അവര് പറഞ്ഞത്. ഓപ്പാണ് അവര് നിങ്ങളെ പൈസ തട്ടിയെടുക്കാൻ വേണ്ടി. കാരണം 500 നിർത്തി നിങ്ങളെ ഭാഗ്യം, അല്ലെങ്കിൽ അത് 500 പിടിക്കാൻ വേണ്ടി വീട് പിടിപ്പിക്കും. സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഞാൻ 500 കൊടുത്തത്. എന്താണ് അവസ്ഥ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 500.
ഉറപ്പായിട്ടും. രാവിലെ പിന്നെ രാത്രി കാശിട്ടു നേരം വെക്കുമ്പോത്തിന് അത് $45 എത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്യാഷ് പോയി. വെരി ഗുഡ്, വെരി ഗുഡ്. സോ നമ്മൾ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. പിന്നെ നമ്മളെ മാന്യമായിട്ട്, അത് ഒരു മോഡേൺ ടൈപ്പ് ഓഫ് സ്കാം ആണ് അത്. നമ്മള് പിന്നെ കാരണം അവരെ എമൗണ്ട് കാര്യങ്ങളും. സാർ ഒരു ഡൗട്ട് ചോദിക്കാന്ന് വെച്ചാൽ ഇത് പിന്നെ അവരായിരുന്നു അതിനെ ആക്സസ് ചെയ്തിരുന്നത്. ഇപ്പൊ പിന്നെ അവർ പറഞ്ഞത് നിങ്ങളെത്തുന്ന എന്തോ സംഭവിച്ചതാണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ സംഭവിക്കുമോ? ഇല്ല, അക്കൗണ്ട് ഇല്ല, നിങ്ങളോട് ഒരൊറ്റ കാര്യം, അതായത് പൈസ ചോദിക്കുന്നുണ്ടോ, അതായത് ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കുന്നുണ്ടോ, പിന്നെ നിങ്ങളോട് പൈസ ആയിട്ട് നിങ്ങളെ ഇപ്പം നമ്മളിപ്പോ അക്കാദമി പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പറയണത് നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യാവുന്നുള്ളതാണ്. നിങ്ങളോട് ആരെങ്കിലും പൈസ ചോദിച്ചിട്ട് നിങ്ങളെ സക്സസ് ആക്കി തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഓൻ്റെ അടുത്ത് അത് ആവശ്യാർത്ഥം എന്തെങ്കിലും കൊണ്ടായിരിക്കുമല്ലോ. അല്ലാണ്ട് നിങ്ങളെ നമ്മളെ അമ്മായിന്റെ മക്കളോ അല്ലെങ്കിൽ നമ്മളെ സക്സസ് ആക്കിയിട്ട് ആളെ പെങ്ങളെ കെട്ടിച്ചേരാന്നല്ലല്ലോ ആള് നടക്കണത്. നമ്മളോട് ഇത്ര ഇട്, നിങ്ങൾക്ക് ഇത്ര ആക്കിത്തരാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സംതിങ് ബിഹൈൻഡ് എന്തെങ്കിലും ഉണ്ടാവും. ഒരിക്കലും ഒരു ജെനുവിൻ വേ ആയിരിക്കില്ല. എനിക്ക് ഈ ബ്രോക്കേഴ്സിന്റെ പേര് കേൾക്കുമ്പോൾ, അതായത് കാരണം എനിക്ക് അത്രക്കും ഭീഷണി അടക്കം, അതായത് എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ വീഡിയോ ചെയ്യരുത്, നമ്മളെ പണി ഞാൻ പറഞ്ഞു എന്റെ ഇപ്പൊ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഇനി മലയാളീസിന്റെ അല്ലെങ്കിൽ ഏതൊരാളെയാണെങ്കിലും പെട്ടുപോകരുത്. കാരണം സങ്കടങ്ങൾ കേട്ട് മരവിച്ച്, കാരണം മക്കളെ കെട്ടിക്കാൻ വെച്ച പൈസയും മറ്റുമൊക്കെ ആയിട്ടും ഇത് ബിഗിനേഴ്സിനോട്, അതായത് മേ ബി യു എയിലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അത്രക്കും അവര് സെയിൽസ് സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ മൈൻഡിനെ കൺവേ ചെയ്തെടുത്തിട്ടും അങ്ങനെ നിങ്ങൾ ഒന്ന് 500 ഇട്ട് നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 1000 ആദ്യം ആക്കി എന്നിട്ട് ആ 500 വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചിലപ്പം വിഡ്രോ ഒക്കെ തന്നിട്ട് നിങ്ങൾ ആ ഒരു ഡൊപ്പാമൈൻ വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും നിങ്ങളെ കൊണ്ടുവരുന്ന ഒരു സൈക്കോളജിക്കൽ മൂവാണ് അവിടെയൊക്കെ നടക്കുന്നത്. യെസ്. സോ എനിവേ, ലത്തീഫ് ഭായിക്ക് പഠിക്കണം, അതായത് ഇതിന്റെ ഒരു ജെനുവിൻ വേർഷൻ ടച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ. അതായത് 2 മാസത്തെ ട്രെയിനിങ് ആയിരിക്കും. അതില് ഇതുപോലെ സൂമിൽ ഇരുന്നിട്ട് വീക്കിലി 2 to 3 സെഷൻസ്, ബേസിക് മുതൽ 0 നോളജിൽ വന്നിരിക്കണം, അത് കമ്പൽസറി ആണ്. പഠിച്ച് നമ്മൾ ഡെമോയിൽ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുത്തതിന് ശേഷം നിങ്ങൾ ഓക്കെ ആയി നമുക്കും ബോധ്യപ്പെട്ടിട്ട് ഇവിടെ ഉള്ള റെഗുലേറ്റഡ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രോക്കറിൽ മാത്രം എടുത്തിട്ട് ചെയ്യാം. അതും ഇവിടെ ഒരുപാട്, കാരണം 3000-ഓളം ബ്രോക്കേഴ്സ് യു എയിലുണ്ട്. അതിൽ ബെസ്റ്റ് ഒരു 100,000-ന്റെ അടുത്തുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് 2-3 നമ്മളെ മൈൻഡിൽ വെച്ചിട്ട് അത് വിത്ത് നമ്മളോട് ചോദിക്കണം, അത് പ്രീവിയസ്ലി ഇതായപ്പെട്ടതോ അല്ലെങ്കിൽ നമുക്ക് ബാക്ക് എൻഡ് അറിയാൻ പറ്റുന്ന ബ്രോക്കേഴ്സ് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കാം. യെസ്. സോ എനിവേ, ആയിഷ, ബിബി ആയിഷ, മൈൻഡ് കോച്ച്, എന്തേലും ചോദിക്കാനുണ്ടോ? കാരണം ഞാൻ നിങ്ങളെ മൈൻഡ് സെറ്റ് മേഖലനെയൊക്കെ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചിരുന്നു സെഷനിൽ. ഹായ്, ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ഒരുപാട് സെർച്ച് ചെയ്യാറുണ്ട്, ട്രേഡിങ് ഭയങ്കര ഇഷ്ടമാണ്, ഇത് ചെയ്യണം. പക്ഷേ എന്റെ ബ്രദറൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കി കുറെ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു പേടിയാണ് അങ്ങനെ ആയിരിക്കുന്നു. ഫെയിലാവാനുള്ള റീസൺ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതായത് ആൾക്ക് മണി, അതായത് മൈൻഡ് മാനേജ് ചെയ്യാൻ പറ്റാത്തതും മണി മാനേജ് ചെയ്യാൻ പറ്റാത്തതും ഈ RP, അതായത് ഗ്രീഡ്നെസ്സും, ഈ 3 കാര്യം കൊണ്ട് ഇവിടെ ഫെയിൽ ആവുള്ളൂ. ഈ 3 നമ്മൾ തുടക്കത്തിൽ പൊട്ടിച്ച് കളയും. നിങ്ങളൊരു മൈൻഡ് കോച്ച് ആയതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇറ്റ്സ് ഒരു മൈൻഡ് ഗെയിം ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ട്രെയിനർ തോന്നിപ്പോകും. കാരണം അതിന്റെ ഇന്നൗസിലേക്ക് ഇറങ്ങുമ്പോൾ സിമ്പിൾ ആണ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കും. ഇപ്പൊ ട്രേഡിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു. ഇപ്പൊ നമുക്ക് ആകെ വേണ്ടത്, ഇപ്പൊ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ എന്താണ്, ഇപ്പൊ എന്റെ സ്ക്രീൻ ആണോ? ഓക്കെ. ഇത് എന്റെ ഒരു $2,000 ഡെമോ അക്കൗണ്ട് ആണ്. നമ്മൾ ഇതുപോലെ ഡെമോ അക്കൗണ്ടേ കൊടുക്കുള്ളൂ. ഇതിൽ നമ്മളെല്ലാം പഠിച്ച് എങ്ങനെ, ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആണ്, കാരണം ഗോൾഡും കാര്യങ്ങളൊക്കെ സ്റ്റക്കാണ്. കാരണം സാറ്റർഡേ സൺഡേ ലീവ് ആയിരിക്കും. മൺഡേ ടു ഫ്രൈഡേ 24 hours നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കയറുന്നു, നമ്മൾ ഇപ്പം ട്രേഡ് എടുക്കുന്നു, ബൈ കൊടുക്കുന്നു. ഇപ്പൊ ഗോൾഡ് ആണെങ്കിൽ ഇപ്പം നമ്മൾ ഇത് തന്നെ ഇവിടെ പഠിക്കാനുള്ളത്. അതായത് ബൈ എടുക്കുന്നു. ഇപ്പൊ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആണ്, അതുകൊണ്ടാണ് ബൈ എടുക്കുന്നു. മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോയാൽ നമുക്ക് പ്രോഫിറ്റ്, താഴോട്ടേക്ക് വന്നാൽ ലോസ്. ഓക്കെ. അതിന് കുറച്ച് സിനാരിയോസ് ഉണ്ട്. അതുപോലെ സെല്ലാണെങ്കിൽ നമുക്ക് താഴോട്ട് വന്നാൽ പ്രോഫിറ്റ്, മുകളിലോട്ട് പോയാൽ ലോസ്. ഇത് എങ്ങനെയാണ് നമുക്ക് എക്സാക്ട് സെല്ലിടാൻ പറ്റുക, അതായത് എവിടുന്ന് നമുക്ക് എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും, അതായത് 0 ലോസ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ ഉള്ളത് വളരെ ഭംഗിയായിട്ട് ഒരു മെന്റർഷിപ്പിൽ നമുക്ക്
ട്രേഡിങ് ഇത്രയേ ഉള്ളൂ. അതായത് ബൈ ആൻഡ് സെൽ ഓഫ്, അതായത് നമ്മൾ സ്റ്റോക്കിലാണെങ്കിലും ഗോൾഡിലാണെങ്കിൽ അതാണ്. പക്ഷെങ്കിൽ ഇതിൽ നമുക്ക് നമ്മളതായ കുറച്ച് മാറ്റങ്ങൾ നമ്മളെ മൈൻഡിലോട്ടേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ സക്സസ് ആയി മാറാം. എനിക്ക് തോന്നുന്നു ഫാത്തിക്കൊക്കെ അറിയാവുന്നതല്ലേ സീറോ ലോസിലേക്ക് എത്തിക്കേണ്ട സ്ട്രാറ്റജി. യെസ് സർ. യെസ്, നമ്മൾ എത്ര തന്നെ, അതായത് നമ്മൾ ഒന്ന് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോസിൽ പോകില്ലല്ലോ. ഇല്ല, ഉറപ്പായിട്ടും. വെരി ഗുഡ്. അത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമ്മൾ പ്രോഫിറ്റിലുണ്ടാവും. നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. വെരി ഗുഡ്, എക്സലന്റ്. സാദിഖ്, ഉനൈന, ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ലത്തീഫിന് എന്തെങ്കിലും? ലത്തീഫിന് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഇല്ല. ഓക്കെ. അൻവർ സാദത്ത്, ആസാദ്, ആയിഷ, ബീബി ആയിഷ, ക്ലിയർ ആണോ സംഗതി? ക്ലിയർ ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നിരിക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഒരു ഗുഡ്. 2-3 ദിവസം മുന്നേ ഇങ്ങനെ വിചാരിച്ചുള്ളൂ ഇതൊന്നും പഠിച്ചെടുക്കണം, അല്ലാതെ ഇപ്പൊ ഇതിൽ ഇറങ്ങിയിട്ട് ക്യാഷ് ഇതിന് ചടക്കല്ലോ. അത് ഉറപ്പായിട്ടും. നല്ല രീതിക്ക് തന്നെ പഠിക്കാന്ന് വിചാരിച്ചിരുന്നപ്പോ തന്നെയാണ് 2 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണ്ടേ പെട്ടെന്ന്. അങ്ങനെ. പക്ഷെ ഞാൻ ഒബ്വിയസ്ലി പറയാം, പിന്നെ 80% ആൾക്കാർ ഇവിടെ ഫെയിലാണ്. ഫാക്റ്റ് ആണ് അത്, ഇറ്റ്സ് എ ഫാക്ട്. 80% മലയാളീസും ഫെയിലാണ്. പിന്നെ അതെന്താന്നുള്ളത് നമ്മൾ പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അതായത് അത് മനസ്സിലാവാതെ നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമില്ല. ഫെയിൽ ആവുന്നത് എന്തുകൊണ്ടാന്നുള്ളത് വളരെ വളരെ സൂപ്പർ. കാരണം ഇത്രയും ഞാൻ പറയാണ്, ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ട് വളരെ ഭംഗിയായിട്ട് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഗവൺമെന്റ് സർട്ടിഫിക്കേഷനോ ക്വാളിഫിക്കേഷനോ ഒന്നും ആവശ്യമില്ലാതെ പിന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കില്ല് വളരെ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇൻകം ഇൻഫിനിറ്റ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ പിന്നെ 1 കോടി ഉണ്ടാക്കിയാലും പിന്നെ 10 കോടി ഉണ്ടാക്കിയാലും 1 ലക്ഷം ഉണ്ടാക്കിയാലും ഇവിടെ ആർക്കൊന്നും ഒന്നുമില്ല. അതായത് അത് നിങ്ങൾക്കുള്ള എമൗണ്ട് തന്നെ, ആർക്കും കൊടുക്കുകയൊന്നുമില്ല. പക്ഷെ എന്നിട്ടും 80% ആൾക്കാർ ഫെയിലാണ്. ആ 20% പെടാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന് കുറച്ച് ടാക്ടിക്കുകളും മേ ബി ചിലപ്പോൾ നമ്മളെ കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും. അത് അവർ പോലും അറിയാതെ ആ ജേർണിയിൽ അവരിങ്ങനെ ജോയിൻ ആവണം. അതിലൊരു ടൈപ്പ് ഓഫ് മൈൻഡ് മാജിക് ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. അറിയാതെ അവരെ മൈൻഡിൽ കയറി നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അവരെ ഇതിനെ തിയറിറ്റിക്കൽ വേർഷൻ തൊടിയിക്കാതെ, കാരണം അബ്സല്യൂട്ട്ലി പ്രാക്ടിക്കലായിട്ട് പോകേണ്ട ഒരു സിസ്റ്റമാണ്. ഒരിക്കലും നിങ്ങൾ ചാർട്ടിന്റെ മുന്നിലോ ഇരുന്നിട്ട് ചാർട്ട് കണ്ട് തലവേദന എടുക്കേണ്ട ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ ചാർട്ടിലോട്ടൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ, അതായത് ട്രേഡിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്ന സിസ്റ്റം ഇവിടെ ഉണ്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ അബ്സല്യൂട്ട്ലി ഇപ്പൊ ഫാത്തിക്ക് അറിയില്ല, അതായത് നമ്മൾ ബിഫോർ ടെക്നിക്കലിന് മുന്നേ നിങ്ങൾ പ്രോഫിറ്റബിൾ ആണ്. യെസ് ഓർ നോ? യെസ് സർ. എന്തായിരിക്കും റീസൺ? റീസൺ അറിയില്ല, അതാണ് നമ്മളെ സീക്രട്ട്. റീസൺ അറിയില്ല. ടെക്നിക്കൽ പഠിക്കുന്നതിന് മുന്നേ തന്നെ പ്രോഫിറ്റബിൾ ആയിരുന്നു. പ്രോഫിറ്റബിൾ ആണ്. വെരി ഗുഡ് വെരി ഗുഡ്, എക്സലന്റ്. അത് നമ്മളെ ഒരു റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളൊരു സിസ്റ്റം ഉണ്ട്, നമ്മളൊരു പാത്ത് ഉണ്ട്. ആ പാത്തിലൂടെ പോകുന്നവർക്ക് സക്സസ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റണത്. പിന്നെ നമ്മള് സർ പറഞ്ഞിരുന്ന റൂൾസിൽ മാത്രം പോയപ്പോഴാണ് എനിക്ക് അങ്ങനെ ഉണ്ടായത്. ഓബിയസ്ലി എക്സലന്റ്. കാരണം നമ്മളൊരു പാതയിലൂടെ ഒരുപാട് സഞ്ചരിച്ച് അതിന്റെ ട്രിക്സും നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇന്നലെ കയറി ഇന്ന് എടുക്കാൻ വന്ന ആൾക്കാരുമല്ല. അതായത് ട്രേഡൊക്കെ, അതായത് അതിന്റെ A to Z തുടക്കം മുതൽ ഒടുക്കം വരെ പിന്നെ നമ്മൾ സഞ്ചരിച്ച് അതിലേറ്റവും ബെസ്റ്റ് വേർഷൻ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കോഴ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആധികാരികമായിട്ട് പിന്നെ പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ, ഞാൻ ഇപ്പം പറയുന്ന ഫീസ് അടക്കാനുള്ളതൊക്കെ സെക്കൻഡറി ആണ്. പഠിക്കണം, ലൈഫിൽ സക്സസ് ആവണം എന്ന ആഗ്രഹം, ടൈം മാറ്റി വെക്കാൻ പറ്റുന്നവർ, ടൈം മാറ്റി വെക്കാൻ നിങ്ങൾ 24 hours മാറ്റി വെക്കണം എന്നല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു ആഴ്ചക്ക് ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കാൻ റെഡി ഉള്ളവർ അങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ലൈഫ് ലോങ് മണി മേക്കിംഗ് സ്കിൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് സമയമില്ല സാറേ, എനിക്ക് പിന്നെ ജോബ് ഉണ്ട്, എനിക്ക് ജോബാണ്, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഉറങ്ങേണ്ട ടൈമാണെന്ന് പറയുന്നവർക്ക് ഇവിടെ ഒന്നും സക്സസ് ആക്കാൻ ഒരു മാജിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റില്ല. ഒരു 15 മണിക്കൂറെങ്കിലും, എനിക്ക് തോന്നുന്നു ഫത്തിയുടെ 16ാമത്തെ സെഷനാണെന്ന് തോന്നുന്നു അല്ലെ? 15ാമത്തെ. 15. യെസ്, ഒരു 15-16 സെഷൻസ് ആവുമ്പോൾ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്കില്ല് കൊണ്ട് നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത്. ഒരുപാട് പേര്, കാരണം പലരും ഇപ്പം പിന്നെ ഞാൻ റിവ്യൂസിന് വിളിച്ചാൽ വരാറില്ല. കാരണം പിന്നെ അവര് എന്നോട് ചിലപ്പോൾ ഹിസ്റ്ററി കാണിച്ചിരില്ല. കാരണം എന്റെ റൂൾസ് ഒക്കെ തെറ്റിച്ചിട്ട്, കാരണം കൂടുതൽ പ്രോഫിറ്റ് എടുക്കേണ്ടിയിട്ട് പലരും പിന്നെ നമ്മളെ പ്രീവിയസ് ബാച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ എന്താണ്, നമ്മളൊരു റൂൾ ഉണ്ട്. കാരണം അവർ റൂള് തെറ്റിച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നല്ലപോലെ പിന്നെ വഴക്ക് കൊള്ളും, അല്ലെങ്കിൽ ഇത് അറിയുന്നതുകൊണ്ട്
അവരൊരിക്കലും പിന്നെ ഞാൻ പിന്നെ റിവ്യൂ പറയാനൊക്കെ വിളിച്ച് ഞാൻ വരില്ല. കാരണം എന്താ, പിന്നെ ഞാൻ പറയും ഹിസ്റ്ററി ആക്ക് എന്ന് പറയുമ്പോൾ ഓപ്പൺലി ചോദിക്കും, നിങ്ങൾ ട്രേഡിംഗ് ഹിസ്റ്ററി എടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ, പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഹിസ്റ്ററി ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ പറയും, സാർ ഞാൻ ലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് സാർ, ഞാൻ ഒന്ന് റൂളൊന്ന് മാറ്റിയിട്ടുണ്ട് സാർ, എന്നൊന്നും വാക്ക് പറയരുത്, ഞാൻ പിന്നെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് പിന്നെ ലൈവിലുള്ള ഒരു അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആണ് അവര്. പിന്നെ റൂള് ബ്രേക്ക് ചെയ്യാതെ തന്നെ പ്രോഫിറ്റബിൾ. എന്നിട്ട് ഒരു തരം ആർത്തിയോട് കൂടിയിട്ട് വീണ്ടും, അതായത് ഒരു $1000 കൊണ്ട് നമ്മളൊരു $30 എടുത്താൽ തന്നെ ഏകദേശം 2500 1,00,000 റുപ്പീസ് കൊണ്ട് നമുക്ക് ഒരു ദിവസം 2500. പിന്നെ ഫാത്തിനോട് ഇപ്പൊ ഓപ്പൺലി ചോദിക്കാണ്, $1000 പെർ ഡേ ഇതുവരെയുള്ള കോൺഫിഡൻസിൽ എത്ര എടുക്കാൻ പറ്റും ഒരു ദിവസം കേട്ടോ? ഒരു ദിവസം 50 ഒക്കെ എടുക്കാം. എങ്ങനെയാ പെർ ഡേ എങ്ങനെയാ പെർ ഡേ, ചോദിച്ചത്? അതായത് ഒരു ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് എത്ര ഇത് എടുക്കാൻ പറ്റും? അതായത് നിങ്ങൾ ഇതുവരെയുള്ള ഒരു കോൺഫിഡൻസിൽ ഇതിലും ഞാൻ അത്ര എടുക്കാൻ നിൽക്കലില്ല. ഞാൻ ചെറിയ എമൗണ്ട് ആകുമ്പോൾ തന്നെ ഞാൻ ഓക്കെയാണ്, ഞാൻ അവിടെ ക്ലോസ് ചെയ്യലുണ്ട്. എക്സലന്റ്. അത് ഒരുപാട് സക്സസ് ആവും. നമ്മൾ പറയില്ല, പൊന്മുട്ടിടുന്ന ഒരു താറാവാണ്. ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട സ്കില്ലാണ്. നമ്മൾ ഇന്ന് കയറി നാളെ സക്സസ് ആവേണ്ട ഒരു ഓവർനൈറ്റ് സക്സസിന്റെ ഒരു സിനാരിയോ അല്ല. നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കും. ഈ $1000 നമ്മളെ ക്യാപിറ്റൽ എത്ര കാലം, പിന്നെ ഇതിൽ നമ്മൾ ഒന്നും കൊടുക്കണ്ട. ഇതിന് ഞാൻ പറയില്ലേ, വല്ലാത്തൊരു ബ്യൂട്ടിഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഇൻഫിനിറ്റ് ആണ്. ഫാത്തി നമ്മളെ റൂളൊക്കെ മാറ്റിയിട്ട് ഒരു $1000 വിത്തിൻ ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് ഇത് ഡബിൾ ആക്കാനും പറ്റും അല്ലെ? അതെ സാർ, ഞാൻ ഒരു പ്രാവശ്യം സ്റ്റോപ്പ് ഇത് നമ്മ പ്രോഫിറ്റ് സീറോ ലോസ് ഇതില്ലേ സ്ട്രാറ്റജി, യൂസ് ചെയ്തിട്ട് ഒരിക്കൽ 81 ഒക്കെ എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. $81 എന്ന് പറയുമ്പോൾ അറൌണ്ട് 7,000 റുപ്പീസ് ആണ് ഒരു ട്രേഡിൽ ഒരു ദിവസം ഉണ്ടാക്കുക. അതായത് $1000 എന്ന് പറയുമ്പോൾ അറൌണ്ട് 90,000 റുപ്പീസ് ആണ്. അതുകൊണ്ട് ഒരു ദിവസം 8,000 റുപ്പീസിന്റെ അടുത്ത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇത് ചിലപ്പം പിന്നെ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷെ ഇത് റിയാലിറ്റി ആണ്. പിന്നെ ഞാനൊക്കെ പലപ്പോഴും ട്രേഡ് ഇട്ടുവരും മറന്നുപോയിട്ട് ക്യാപിറ്റൽ ഡബിൾ ആയ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതൊക്കെ പക്ഷേ ഡെമോ അക്കൗണ്ടുകളായിരുന്നു. ചിലപ്പോൾ ലൈവിലൊക്കെ നമുക്ക് ഞാൻ 0.01 തന്നെയാണ് ഇട്ടത്. പക്ഷെ സീറോ ലോസ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ 81 വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലോസ്. വെരി ഗുഡ്. സോ വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഐഫോൺ ഉണ്ട്, വിവോ, യുനൈന, എനിത്തിങ് ടു ആസ്ക്? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ നമ്പർ, അതായത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണം എന്നുള്ളവർക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങളെ നമ്പർ ഒന്ന് പിന്നെ എന്താക്കിയാൽ മതി, ടൈപ്പ് ചെയ്തിട്ടാൽ മതി ഇപ്പൊ തന്നെ. അതായത് ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദ കോഴ്സ് ആൻഡ് ഡീറ്റെയിൽസ്, ഇതിന്റെ സ്ട്രക്ചർ, കാര്യങ്ങൾ, ഇതിന്റെ സംഗതികളൊക്കെ അറിയണം എന്നുള്ളവര് പിന്നെ നിങ്ങൾ നമ്പർ ഒന്ന് ബിവി അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളെ മെന്റേഴ്സ് കണക്ട് ചെയ്യും. ബിഗിനേഴ്സിനോടൊക്കെ വിവോ ഏതാ രാജ്യം എന്ന് പറയാം, അതായത് +371 ഏതാണ്? ലാറ്റ്വിയ. ഗുഡ്. വേറെ ആർക്കെങ്കിലും? നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ പേഴ്സണലായിട്ട് പിന്നെ ഇതൊന്ന് നിങ്ങളെ നമ്പേഴ്സിൽ വേറെ ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ സാദിക്കിന് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന്, ട്രേഡിംഗ് ഒന്നും അറിയില്ല, വെരി ഗുഡ്. ഒന്നും അറിയാത്തവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് സംഗതിയാണ് ഇവിടെ. എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കൺഫ്യൂഷൻ ആയിപ്പോകും. ഒന്നും അറിയാതിരിക്കുക എന്നുള്ളത് ദ ബെസ്റ്റ് തിങ് ആണ് അല്ലേ ഫാത്തി? അതായത് ഏത് സ്റ്റുഡന്റിനോട് ചോദിച്ചാൽ പറയും എനിക്ക് ഒന്നും അറിയുന്നില്ലായിരുന്നു. ട്രേഡിംഗ് എന്താണെന്ന് പോലും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അപ്പോ സാറിന്റെ ക്ലാസ് ആയിരുന്നു സ്റ്റാർട്ടപ്പ്. ഡ്രീം ഒക്കെ അച്ചീവ് ചെയ്യാൻ ഇപ്പം അതായത് കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ? അതായത് നമ്മൾ പിന്നെ എവിടെ നിന്നൊക്കെ വന്നു, അതായത് ഒരുമിച്ച് കൂടി പിന്നെ ഡ്രീം ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഡ്രീം ടു റിയാലിറ്റി സെഷൻ ഉണ്ടല്ലോ. അപ്പൊ ഡ്രീം കാണുമ്പോൾ വിചാരിച്ചു ഇത് എങ്ങനെയാന്ന് ചിന്തിച്ചെടുക്കുന്ന ഒരു ആശ്വാസവാക്കായി തോന്നുന്നുണ്ടോ ഈ ഒരു സ്കിൽ? അതായിരുന്നു. ഇപ്പോ ഡ്രീം ഇനിയും കൂടുതലാക്കാന്നുള്ള ഒരു മൈൻഡിലായി മാറി. എക്സലന്റ്. നമ്മളെ ലൈഫിന്റെ പർപ്പസ് ഒക്കെ തന്നെ, അതായത് നമുക്ക് ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഡ്രീം അച്ചീവ് ചെയ്യണം. അതിനൊരു സ്കില്ല് വേണം. അതിലെന്തായാലും ഒബ്വിയസ്ലി മണി വേണം. ആ മണി മേക്ക് ചെയ്യുന്ന ഒരു സ്കില്ല് നമ്മളെ കയ്യിലുണ്ട്. എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഹൈ ഇൻകം സാലറി കിട്ടിക്കൊള്ളണമെന്നില്ല.
പക്ഷേ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ലൈഫിലും ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. നമ്മളെ ടൈം ഓൾമോസ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. സാർ വൈൻഡപ്പ് ചെയ്യാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ നമ്പറും നിങ്ങളെ പേഴ്സണലി കണക്ട് ചെയ്തിട്ട് തരാം. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ മെന്റേഴ്സിനോട് കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫാത്തി ആൻഡ് ഓൾ ദ സ്റ്റുഡൻസ് ആൻഡ് ഓൾ ദ ബിഗിനേഴ്സ്. സോ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ വരുന്ന സെഷൻ, നമുക്ക് എല്ലാ സാറ്റർഡേസിലും പിന്നെ വെബിനാർസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അതുപോലെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയി 1 വീക്ക് അറ്റൻഡ് ചെയ്തിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ഒരിക്കലും കമ്പൽ ചെയ്തിട്ട് ഇതെന്തായാലും നിങ്ങൾ പഠിക്കണമെന്ന് നമ്മളാരും പറയില്ല. നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവണം. നിങ്ങൾക്ക് ലൈഫിന്റെ ഒരു ഫോർമാറ്റ്, പിന്നെ ഒരു റിയാലിറ്റി വേർഷൻ ഓഫ് മണി മേക്കിംഗ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം മുന്നോട്ടേക്ക് വന്നാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ താങ്ക് യു സാർ. അപ്പോൾ പിന്നെ ഇതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളത്, നമ്മളെ പിന്നെ മെൻറ്ററുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ഞാൻ വെബിനാർ ഗ്രൂപ്പിലേക്ക് ഇടുന്നതാണ്. ഓക്കെ, നമ്മൾ മെൻറ്ററായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഞാൻ വെബിനാർ ഗ്രൂപ്പിലിടും. അതിലെല്ലാവരും ഒരു ഹായ് അയച്ചാൽ മതി. ഓക്കെ, പിന്നെ അതിൽ നിന്ന് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ഇപ്പോൾ നേരത്തെ ആരോ പറഞ്ഞു ഇവിടെ മറീന അടുത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് ഓഫീസിലേക്ക് വരണമെന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ഒന്ന് എന്നോട് ലൊക്കേഷൻ ചോദിച്ചാൽ മതി. നാളെ ഉണ്ടാവില്ല, തിങ്കളാഴ്ച ഇവിടെ നമ്മൾ ഓഫീസിലുണ്ടാവും. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മളിവിടെ ഉണ്ടാവും. അപ്പോൾ എനി ടൈം നിങ്ങൾക്ക് UAE ഉള്ളവർക്ക് ഓഫീസിലേക്ക് വരാം. ഹാപ്പി വെൽക്കം ചെയ്യാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ആരും കമ്പലൊന്നും ചെയ്യുന്നില്ല. ഇത് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ, അതായത് പഠിക്കണം എന്ന് മാത്രമല്ല, ഈ ഒരു ടൈം ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് ടൈം മാറ്റി വെക്കാൻ പറ്റും. ഈ ഒരു സ്കില്ലിനോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇതിനോടൊരു ഡെഡിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ നമ്പർ ഗ്രൂപ്പിലേക്ക് ഇടാം. എല്ലാവരും ഒന്ന് പിന്നെ ആ നമ്പറിലേക്ക് ഒരു ഹായ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിൽ ഞാൻ റീപ്ലൈ തന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടത്തേക്ക് എല്ലാവരും ഹാപ്പി വെൽക്കം ചെയ്യാണ് ഓഫീസിലേക്ക്. ഓക്കെ, താങ്ക് യു. ദാറ്റ്സ് ഇറ്റ്. ഗുഡ് നൈറ്റ്.